ജീവപര്യന്തം എന്ന് പറയുന്നത് ജീവാവസാനം വരെ എന്ന് തന്നെയാണ്. ജയിലിനുള്ളിൽ നടയടി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടായിരുന്നു. സെൻട്രൽ ജയിലുകൾ, ഓപ്പൺ ജയിലുകൾ പോലെയുള്ള ജയിലുകൾ ഒരു ഗ്രാമത്തെ പോലെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. തടവുകാരുണ്ടാക്കുന്ന ഭക്ഷണത്തിന് വൃത്തി എന്തുമാത്രം ഉണ്ടാവും, സമൂഹത്തിനോട് ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി അവരെന്തെങ്കിലും ചെയ്താൽ അങ്ങനെ അതിൻ്റെ രീതി ചിലപ്പോൾ ഒക്കെ മാറിപ്പോകത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിമർശനം ഞാൻ കേട്ടിട്ടുണ്ട്. കോളനി ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ അല്ലെങ്കിൽ അവർ നിശ്ചയിച്ചിരുന്ന മെനു ആയിരുന്നു സ്വാഭാവികമായിട്ട് അന്നുണ്ടായിരുന്നത്. ജയിലിനുള്ളിൽ തടവുകാർക്ക് ഇന്നത് കൊടുത്താൽ മതി എന്നുള്ളത്. ഒരു നേരം മാത്രം ഭക്ഷണം കൊടുത്തിരുന്ന കാലമുണ്ട്. തൂക്ക് ശിക്ഷാപ്രതികൾക്ക് കറുപ്പ് ഉപയോഗിക്കാനുള്ള അനുമതി പോലും കൊടുത്തിരുന്നു. എല്ലാ ജീവനക്കാർക്കും തടവുകാരോട് അടുപ്പവും ബന്ധവും ഉണ്ട്. അത് ഇല്ലാതിരിക്കാൻ പറ്റില്ല. തിരുവനന്തപുരത്തും കണ്ണൂരും മാത്രമേ വധശിക്ഷ നടത്താനുള്ള സൗകര്യങ്ങളുള്ളൂ. നീതിന്യായ വ്യവസ്ഥയും അതുപോലെ തന്നെ എൻ്റെ എക്സിക്യൂട്ടീവും സംയുക്തമായിട്ട് നടപ്പാക്കണമെന്ന് തീരുമാനിച്ച ഒരു കാര്യമാണ് ഒരു വധശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ആ വധശിക്ഷ വീഴ്ചയില്ലാതെ നടപ്പാക്കാനുള്ള ചുമതല ആ ജയിലിനും ആ ജയിലിൻ്റെ അധികാരികൾക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള മുൻകരുതലുകൾ. മക്കളുടെ ചില തെറ്റുകൾ ഏറ്റെടുക്കുന്ന മാതാപിതാക്കൾ, അവരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. സിനിമകളിലൊന്നും വരുന്നതൊന്നും അല്ല ജയിലുകളൊരു സാധാരണ സ്ഥാപനങ്ങൾ തന്നെയാണ്. അത് നിയമം പ്രവർത്തിക്കുന്ന സ്ഥലം. ജയിൽ DIG ആയി വിരമിച്ച ശ്രീ സന്തോഷ് സുകുമാരൻ, അദ്ദേഹമാണ് ഇന്ന് ക്യൂവിനൊപ്പം ചേരുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. ഈ ജയിലുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണക്കാർക്കിടയിൽ ഒരു പേടിയും അല്ലെങ്കിൽ ഒരു ആകാംക്ഷയും ഒക്കെയാണ് ഉള്ളത്. ഈ ജയിലുകളിൽ തടവുകാരെ ഈ സെല്ലുകൾക്കുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണോ, അങ്ങനെയുള്ള ധാരണയൊക്കെയാണ് സാധാരണക്കാർക്കുള്ളത്. എന്താണ് ശരിക്കും ഈ ജയിലുകൾക്കുള്ളിൽ സംഭവിക്കുന്നത്? ജയിലുകൾ 2-3 തരത്തിലുള്ള ജയിലുകളുണ്ട്. അതിൽ ഒരു സബ്സിഡിയറി ജയിലുകളെന്ന് നമ്മൾ പറയുന്ന മൈനർ ജയിലുകളിൽ തടവുകാരെ നമ്മൾ അടച്ചിടുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതിന് മുകളിലുള്ള ജയിലുകൾ, സബ്സിഡിയറി ജയിലുകൾക്ക് മുകളിലുള്ള സെൻട്രൽ ജയിലുകൾ, ഓപ്പൺ ജയിലുകൾ പോലെയുള്ള ജയിലുകൾ ഒരു ഗ്രാമത്തെ പോലെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. മിനിമം സെക്യൂരിറ്റി ഉള്ള ജയിലുകൾ, അതുപോലെ തന്നെ മീഡിയം സെക്യൂരിറ്റി ഉള്ള ജയിലുകൾ. ആ ജയിലുകളിൽ കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ടുള്ളൊരു ജീവിത രീതിയാണ് നമ്മൾ അനുവർത്തിക്കുന്നത്. 3-4 തരത്തിലുള്ള തടവുകാർ നമ്മളുടെ സ്ഥാപനങ്ങളിലുണ്ട്. അതിലൊന്ന് ശിക്ഷിക്കപ്പെട്ട തടവുകാർ, ശിക്ഷിക്കപ്പെട്ടവർ. ഒരു കോടതിയുടെ എല്ലാ നടപടിക്രമങ്ങളും അവസാനിച്ചതിന് ശേഷം അവരെ ഒരു കുറ്റം കണ്ടെത്തി അവരെ ശിക്ഷ വിധിച്ച് അവരെ ശിക്ഷ അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ട് ജയിലിൽ വരുന്നവർ. അതേസമയം ഏതെങ്കിലുമൊക്കെ കേസുകളിൽ പെട്ട് റിമാൻഡ് ചെയ്യപ്പെടുന്ന തടവുകാരുണ്ട്. അത് ജാമ്യമില്ലാത്ത വകുപ്പുകളിൽ ചാർജ് ചെയ്യപ്പെടുന്നത് മൂലം അവരെ ജയിലിനുള്ളിലേക്ക് അയക്കേണ്ടി വരുന്നു. പിന്നീട് അവർ ജാമ്യം എടുത്ത് പുറത്തു പോകുന്നു. ഇനി മൂന്നാമതൊരു വിഭാഗം എന്ന് പറയുന്നത് വിചാരണ തടവുകാരാണ്. വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിചാരണയുടെ തുടർച്ച കൃത്യമാക്കാൻ വേണ്ടിയിട്ട് കോടതികൾ ജയിലിൽ തന്നെ താമസിപ്പിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന തടവുകാർ. അവർ നേരത്തെയുള്ള ഏതെങ്കിലും ഒക്കെ സമയങ്ങളിൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചവരോ അല്ലെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങളുള്ളവരോ ആകാം. അങ്ങനെയുള്ള വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന തടവുകാരുണ്ട്. അതൊരു മൂന്നാമത്തെ വിഭാഗമാണ്. ഇനി സിവിൽ തടവുകാരുണ്ട്. അത് ഏതെങ്കിലുമൊക്കെ കേസുകളിൽ പെട്ടിട്ട് അവർക്ക് ഏതെങ്കിലും കടം ബാധ്യതയോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ കൊടുത്തു തീർക്കാൻ സാധിക്കാത്തത് മൂലം ഒരു സിവിൽ കോടതി അവരെ ജയിലിലേക്ക് അയക്കുന്ന സാഹചര്യമുള്ള തടവുകാർ. ഇനി മറ്റൊരു വിഭാഗത്തിൽപ്പെടുന്നവർ തടങ്കലിൽ താമസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നോൺ ജുഡീഷ്യലായിട്ടുള്ള, ജുഡീഷ്യറിയുടേതല്ലാത്ത ഉത്തരവ് മൂലം ഏതെങ്കിലും ഒരു അധികാരസ്ഥാനം പുറപ്പെടുവിക്കുന്ന ഉത്തരവ്, കളക്ടർ അല്ലെങ്കിൽ ഗവൺമെൻറ്, അങ്ങനെ അവർ പുറപ്പെടുവിക്കുന്ന ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ജയിലിനുള്ളിൽ താമസിപ്പിക്കപ്പെടുന്ന തടവുകാരാണ്. അപ്പം ഇങ്ങനൊരു തടവുകാരൊരു തന്നെ ഒരു 4-5 വിഭാഗത്തിൽപ്പെടുന്നവർ നമ്മളുടെ ജയിലിനുള്ളിലേക്ക് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ചിലപ്പോൾ ചില തടവുകാർ, പ്രത്യേകിച്ച് വിദേശ തടവുകാർ, ശിക്ഷ കാലാവധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ട്രാൻസിറ്റിൻ്റെ കാലത്ത് അവർ ഇൻറ്റേർണീസായിട്ട് ജയിലിനുള്ളിൽ കഴിയുന്ന തടവുകാരുണ്ട്. കാരണം അവരുടെ ശിക്ഷ കഴിഞ്ഞു, പക്ഷേ അവർക്ക് പുറത്തു പോകുന്നതിനിടയ്ക്കുള്ളൊരു ഇടവേള ജയിലിനുള്ളിൽ വീണ്ടും കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. അവരുടെ പേപ്പേഴ്സുകൾ ശരിയാവാൻ, അവരുടെ സർക്കാർ, അവരുടെ ഗവൺമെൻറ് ഇവരെ സ്വീകരിക്കാൻ ഒക്കെ വേണ്ടിയിട്ടുള്ളൊരു കാലതാമസം മൂലം ജയിലിനുള്ളിൽ താമസിപ്പിക്കേണ്ടി വരുന്ന ആൾക്കാരുമുണ്ട്. അപ്പം ഇങ്ങനെ കുറേ വിഭാഗത്തിൽപ്പെടുന്ന തടവുകാർ നമ്മളുടെ ജയിലിനുള്ളിലുണ്ട്.
ജയിലുകളെക്കുറിച്ച് സാധാരണ പറയുമ്പോൾ നാട്ടുകാർക്കിടയിലുള്ള കുറേയേറെ ധാരണകളുണ്ട്. അതിലൊന്നാണ് ഈ നടയടി എന്ന് പറയുന്നത്. ഇപ്പോൾ ജയിലിൽ വരുമ്പോൾ നടയടി കൊടുത്താണോ സ്വീകരിക്കുന്നത്? അങ്ങനെ ഒരു വിശ്വാസം ജനങ്ങൾക്കിടയിലുണ്ടല്ലോ. ജയിലിനുള്ളിൽ നടയടി ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടായിരുന്നു. നേരത്തെ അത്തരത്തിലുള്ള ഒരു കൊളോണിയൽ കാലത്തോ അതിനു മുമ്പുണ്ടായിരുന്നൊരു സംവിധാനത്തിലോ അല്ലെങ്കിൽ കൊളോണിയൽ നടപടികൾ നിലനിന്നിരുന്ന സാഹചര്യങ്ങളിലും ഒക്കെ ഇത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള പരാതികൾ തടവുകാർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മറ്റ് മനുഷ്യാവകാശ പ്രവർത്തകരുടെയും മറ്റുള്ളവരുടെയൊക്കെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജയിലിനുള്ളിലേക്ക് വരുമ്പോൾ ഈ സിസ്റ്റത്തിനെ അനുസരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാകൃതമായിട്ടോ അപരിഷ്കൃതമായിട്ടോ സ്വീകരിച്ചിരുന്ന ഒരു നടപടി എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു വന്നിട്ടുണ്ട്. പക്ഷേ നിലവിലിപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും, ഒരു 10-25 വർഷക്കാലത്തെ എൻ്റെ ഒരു അനുഭവത്തിൽ നടയടി എന്നുള്ളത് സ്ഥിരമായിട്ട് സ്ഥായിയായിട്ട് നൽകുന്ന ഒരു കാര്യമായിട്ടില്ല. പക്ഷെ ചിലപ്പോഴൊക്കെ സംഭവിക്കുന്നൊരു കാര്യം, ഈ ജയിലിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്ന തടവുകാർ ജയിലിനുള്ളിലെ സംവിധാനത്തോട് വളരെ പെട്ടെന്നൊന്ന് പരിചയപ്പെട്ടു വരികയോ അല്ലെങ്കിൽ അതിനോടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയോ ഒന്ന് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോഴൊക്കെ ചെറിയ ചില അസ്വാരസ്യങ്ങൾ, ചെറിയ ചില പ്രശ്നങ്ങൾ, അതിൻ്റെ പേരിലുള്ള ചെറിയ ബലപ്രയോഗങ്ങൾ അങ്ങനെയൊക്കെ ചിലപ്പോഴൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ അത് ഒരു സ്ഥിരമായിട്ട് വരുന്ന എല്ലാ ആൾക്കാർക്കും നടയടി കൊടുത്തകത്ത് കയറ്റുക എന്നുള്ള രീതിയിലേക്കൊന്നും അല്ല. മറിച്ച് ചില നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ തടവുകാർക്ക് ചില പുതുതായിട്ട് പ്രവേശിപ്പിക്കപ്പെടുമ്പോൾ ചില വിഷമതകളുണ്ടാവുക, അത് അംഗീകരിക്കാൻ ചില ബുദ്ധിമുട്ടുകളുണ്ടാവുക, അല്ലെങ്കിൽ അവരോട് നേരത്തെ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ അവർ പൂർണ്ണമായിട്ട് അംഗീകരിക്കാതെ രണ്ടാമത്തെ ഘട്ടത്തിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം ജയിലിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അവരോട് നേരത്തെ അഡ്മിഷൻ എടുത്ത സമയത്ത് നൽകിയിരുന്ന ചില നിർദ്ദേശങ്ങൾ അവർക്ക് പാലിക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്നൊരു ഇഷ്യൂ ചിലപ്പോൾ അതൊക്കെ ഉണ്ടാവാറുണ്ട്. ശരിക്കും ഈ കുറ്റവാളികളുടെ മാനസാന്തരം അല്ലെങ്കിൽ ഒരു കറക്ഷൻ എന്നുള്ളതാണല്ലോ ജയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സംവിധാനം ജയിലുകളിൽ പ്രാവർത്തികമാക്കപ്പെടുന്നുണ്ടോ? ഇപ്പോൾ ശിക്ഷ കഴിഞ്ഞിറങ്ങുന്ന കുറ്റവാളികൾ പലരും ഈ കുറ്റകൃത്യങ്ങളിൽ പിന്നീടും വ്യാപൃതരാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കുറ്റകൃത്യത്തിൽ നിന്ന് ആൾക്കാരെ മാറ്റാൻ വേറെ നമ്മുടെ കയ്യിൽ മാർഗങ്ങളൊന്നുമില്ല. അത് തിരുത്തുക എന്നുള്ളതാണ്. ആ തിരുത്തുക എന്നുള്ള ഒരു വിശ്വാസത്തിന് നമുക്ക് വളരെ പ്രാചീനമായിട്ടുള്ള ഒരു മതസംബന്ധിയായിട്ട് പോലും ഉള്ള ഒരു പിന്തുടർച്ചയുണ്ട് ആ വിശ്വാസത്തിന്. അപ്പോൾ ഉദാഹരണത്തിന് ക്രിസ്തുവിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള 2 കഥകൾ അദ്ദേഹത്തിൻ്റെ പാഠങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്തി പറയാൻ സാധിക്കുന്നത്, ഒന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കഥകളിലൊന്ന് വഴിതെറ്റിപ്പോയ കുഞ്ഞാടിനെ അന്വേഷിച്ചു പോകുന്ന ഇടയൻ്റെ ഒരു കഥ. വഴിതെറ്റിപ്പോയ കുഞ്ഞാടിന് വേണ്ടി പറ്റത്തെ ഉപേക്ഷിച്ച് ഇടയൻ സഞ്ചരിക്കുകയും ആ ഇടയൻ അതിനെ കണ്ടെത്തി തിരിച്ച് കൂട്ടത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്യും. അതിനോടൊപ്പം മുടിയനായ പുത്രൻ്റെ തിരിച്ചുവരവ്, കൊഴുത്ത കാളക്കുട്ടിയെ അറുത്ത് ആഘോഷമാക്കുന്ന പിതാവിൻ്റെ ഒരു കഥ. ഈ 2 കഥകളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നൊരു കാര്യം, വഴിതെറ്റിപ്പോകുന്ന സമൂഹത്തിൻ്റെ പൊതുവായിട്ടുള്ള രീതികളിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ഒരാളുടെ മടക്കിക്കൊണ്ടുവരിക എന്നുള്ളതിന് 10,000-2000 വർഷം മുമ്പെങ്കിലും പഴക്കമുണ്ട് ആ വിശ്വാസത്തിൽ. മറ്റൊന്ന്, മടങ്ങി വരുന്നവൻ്റെ തിരിച്ചുവരവ്, അയാളുടെ തിരുത്തൽ, അയാളുടെ പശ്ചാത്താപം, അല്ലെങ്കിൽ ആ പശ്ചാത്താപത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അയാളുടെ ജീവിതം അത് ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളത്. ഈ 2 വിശ്വാസങ്ങൾക്ക് ജയിലുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പഴക്കമുണ്ട് ഈ രീതിക്ക്. അപ്പോൾ ജയിലിനുള്ളിൽ തിരുത്തൽ നടക്കുന്നുണ്ട്. പക്ഷേ ആ തിരുത്തലിൻ്റേതായിട്ടുള്ള അവസ്ഥ നമ്മൾ അംഗീകരിച്ചിട്ട് വളരെ കുറച്ച് നാളെ ആയുള്ളൂ, 1 നൂറ്റാണ്ടിനുള്ളിലേ ആയുള്ളൂ. ആ 1 നൂറ്റാണ്ടിൽ തന്നെ ജയിലുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം വളരെ സാവധാനം നടക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിച്ചും വളരെയധികം സൂക്ഷ്മമായിട്ടും വളരെ സാവധാനത്തിലുമേ ഏത് പരിഷ്കാരവും നമുക്ക് ജയിലിനുള്ളിൽ നടപ്പാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സമയം എടുക്കുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ജയിലിനുള്ളിൽ തിരുത്തൽ നടക്കുന്നുണ്ട്. പക്ഷേ തിരുത്തലിന് വിധേയമാകാത്തവർ, തിരുത്തലിന് നമ്മൾ അനുവർത്തിച്ചു പോകുന്ന
സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് ആകാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും തിരുത്തൽ എന്നുള്ളതിനെ, മനപരിവർത്തനം എന്നുള്ളതിനെ, സംശുദ്ധീകരണം എന്നുള്ളതിനെ നമ്മൾ പൂർണ്ണമായിട്ടും സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് നമ്മളുടെ അതിൻ്റെ ഒരു അടിസ്ഥാനം ഇപ്പോൾ അതാണ്. സാധാരണക്കാരുടെ ഒരു ധാരണ ജയിൽ എന്നാൽ കുറ്റവാളികളെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പൂട്ടിയിടുന്ന ഒരു സ്ഥലം എന്നാണ്. അപ്പോൾ അവർക്ക് അവിടെ സുഖ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണോ, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണോ എന്നുള്ളതൊക്കെ ഒരു സംശയം ജനങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണ് ഗോവിന്ദചാമിക്ക് ബിരിയാണി കൊടുക്കുന്നത്, മട്ടൻ ബിരിയാണി കൊടുക്കുന്നത് പോലുള്ള ചോദ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്കിങ്ങനെ ഇങ്ങനെ കേൾക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ തടവ് പുള്ളികൾക്ക് നല്ല മെനു, നല്ല ഭക്ഷണം തന്നെ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത്? ജയിലിലെ അന്തേവാസികൾക്ക് അന്തേവാസികളെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരാരും നമ്മളിൽ കുറഞ്ഞ ഒരാളല്ല. ഇപ്പം നമ്മൾ ഒരു ജനാധിപത്യ സമ്പ്രദായത്തിൻ്റെ വലിയ മഹനീയത വലിയ രീതിയിൽ ഉദ്ഘോഷിക്കുന്ന ഒരു സമൂഹമാണ്. അത് എന്തുമാത്രം ഏതൊക്കെ അളവിൽ നമ്മളത് അംഗീകരിച്ചിട്ടുണ്ട്, നടപ്പാക്കുന്നുണ്ടെന്നുള്ള കാര്യം വേറെയാണ്. ഇപ്പം എല്ലാ കാര്യത്തിലും നമ്മൾ വോട്ട് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ജനാധിപത്യം, ഒരു ഗവൺമെൻറ് രൂപീകരിച്ച് അത് നമ്മളെ ഭരിക്കുന്നു എന്നുള്ളതിൽ മാത്രമല്ല ജനാധിപത്യം. ജനാധിപത്യം നമ്മളുടെ കുടുംബത്തിലുണ്ട്, നമ്മളുടെ കൂട്ടായ്മകളിലുണ്ട്, നമ്മളുടെ ക്ലാസ് റൂമുകളിലുണ്ട്, അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളിലുണ്ട്, നമ്മൾ നടക്കുന്ന വഴികളിലുണ്ട്. അവിടെയെല്ലാം ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എതിരഭിപ്രായം, ആ എതിരഭിപ്രായത്തിന് ചെവി കൊടുക്കൽ, ആ എതിരഭിപ്രായത്തിൻ്റെ എന്നുള്ളൊരു സ്പേസ് ഉണ്ടാവുക, എതിരഭിപ്രായത്തിനൊരു സ്ഥലവും ഒരു അവസ്ഥയും നമ്മൾ അംഗീകരിക്കുക അതിൻ്റെ. അപ്പോൾ അത് ഉണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിക്കണം ജയിലിനുള്ളിൽ നടക്കുമ്പോഴും. അപ്പോൾ ജയിലിനുള്ളിലെ ആൾ, ഞാനോ ശ്രീജിത്തോ ഈ ജയിലിനുള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നാളെ നമ്മൾ വീണ്ടും സമൂഹത്തിലേക്ക് മടങ്ങി വരേണ്ടവരും സാധാരണ പൗരന്മാരെ പോലെ ജീവിക്കേണ്ടവരുമാണ്. ആ സാധാരണ പൗരന്മാരെന്നുള്ള രീതിയിലുള്ള സകല അവകാശങ്ങളും ഈ സമൂഹം നമുക്ക് അംഗീകരിച്ച് തരികയും ചെയ്യും. ഇതിനു മുമ്പ്, ജയിലിനുള്ളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ സാധാരണ പൗരന്മാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാന്യമായ സാഹചര്യം ജയിലിനുള്ളിൽ ഉണ്ടാക്കേണ്ടത് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെയോ ബാധ്യതയാണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ജയിലിനുള്ളിലേക്ക് വരുന്ന ആർക്കും നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല ഡീസൻ്റായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കുക, അവർക്ക് അവിടെ ഇപ്പോഴും ചില പരിമിതികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ജയിലിനുള്ളിലേക്ക് വരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും, നമ്മളുടെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ എല്ലാ ആൾക്കാരും കട്ടിൽ ഉപയോഗിക്കുന്നവരാണ്. നമ്മളെല്ലാവരും കട്ടിലിൽ കിടന്നാണ് ഉറങ്ങുന്നത്. പക്ഷേ ജയിലിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കട്ടിൽ കൊടുക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. കുറച്ച് പേർക്ക് മാത്രമേ നമ്മളത്, ഓപ്പൺ ജയിലുകളിൽ മാത്രമേ ഇപ്പോൾ കട്ടിൽ നടപ്പാക്കിയിട്ടുള്ളൂ. പക്ഷെ അതുപോലെയുള്ള സൗകര്യങ്ങൾ, അപ്പോൾ ജയിലിനുള്ളിൽ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ഒരുപാട് സൗകര്യങ്ങൾ കുറവുണ്ട്. പക്ഷെ എന്നാലും മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഭക്ഷണമാണ്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിനകത്ത് നമ്മളുടെ മലയാള നാട്ടിൽ പ്രചാരത്തിലുള്ള ഭക്ഷണം ആണിപ്പോൾ നമ്മൾ 2014 മുതൽ കേരളത്തിൽ വിതരണം ചെയ്യുന്നത്. അതിനകത്ത് എല്ലാ വ്യത്യസ്തമായിട്ടുള്ള കറികളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഭക്ഷണത്തിൽ. അതുപോലെ തന്നെ അവരുടെ ബ്രേക്ക്ഫാസ്റ്റിൽ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി. ഇതൊക്കെ ചെയ്തത് നമ്മളുടെ ഒരു സമൂഹം മാറ്റം വന്നതനുസരിച്ച് നമ്മളുടെ ജയിലിലെ സംവിധാനത്തിൽ മാറ്റം ഉണ്ടാകണം എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട്. അത് ഈ അടിസ്ഥാനപരമായ ലക്ഷ്യത്തെ സാധൂകരിക്കുന്നത്, അതായത് കറക്ഷൻ എന്നുള്ളതിനെ ഈ ഭക്ഷണം അവരിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുന്നുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഭക്ഷണം എന്നുള്ളതും പരിഗണന എന്നുള്ളതും നമ്മളുടെ അയാളെ നമ്മൾ ഒരു മനുഷ്യനായി കണക്കാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണമാണ്. ഭക്ഷണത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ഇപ്പോൾ ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുടെ അടുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭക്ഷണത്തെ കാണുന്നത്. അടുപ്പം ഉള്ളവർ ആണെങ്കിൽ നമ്മൾ വീടിനകത്തേക്ക് ക്ഷണിക്കുന്നു, ഒരു കപ്പ് ചായ നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്ത് കഴിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അതിൽ കൂടുതൽ അടുപ്പമാണെങ്കിൽ അത് നമ്മൾ തീന്മേശയിലേക്ക് നമ്മൾ അതിഥി എത്തുന്നു. അതിലും വലിയ അടുപ്പമാണെങ്കിൽ, ഒരു വീട്ടിനുള്ളിലെ അംഗത്തിന് സമാനമായിട്ട് പരിഗണിക്കുന്ന ഒരാളിനാണെങ്കിൽ ആ ഭക്ഷണം പാകം ചെയ്യുന്ന അടുക്കള വരെയും അയാൾക്ക് പ്രവേശനം ഉണ്ടാകുന്ന അവസ്ഥ വരും.
ഞാൻ അടുക്കളയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും ഭക്ഷണം എടുത്ത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ആ വീട്ടിലുണ്ട് എന്ന് പറയുന്നതാണ് നമ്മളെ ഏറ്റവും വലിയ ബന്ധം. അത് എന്നാൽ നമ്മൾ എല്ലാ ആൾക്കാർക്കും നമ്മൾ ഭക്ഷണം ഓഫർ ചെയ്യില്ല, എല്ലാ ആൾക്കാരെയും നമ്മളുടെ സ്വീകരണ മുറിയിലേക്ക് പ്രവേശിപ്പിക്കില്ല, എല്ലാ ആൾക്കാരെയും നമ്മൾ വരാന്തയിലേക്ക് ഇരുത്തിയെന്ന് വരില്ല, ചില ആൾക്കാരെ നമ്മൾ ഗേറ്റിന് പുറത്ത് നിർത്തി സംസാരിപ്പിച്ച് അയച്ചു എന്ന് വരും. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഈ ഭക്ഷണം എന്ന് പറയുന്നതിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അത് ആ നൽകുന്ന ഭക്ഷണം അല്ലെങ്കിൽ തയ്യാറാക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതി, സ്വഭാവം, ഇതൊക്കെയും അയാളുടെ കറക്ഷന് സഹായിക്കും എന്നാണ്. എല്ലാ കാര്യങ്ങളും ജയിലിനുള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തിരുത്തലിന് സഹായകരമായിട്ടുള്ളതായിരിക്കും. അപ്പോൾ പഴയ നയങ്ങളോ, ഒരു കാലത്ത് ഗോതമ്പുണ്ടായിരുന്നു മെനുവിലുണ്ടായിരുന്നു. അതെ, പഴയ നയങ്ങൾ നമ്മൾ ഇത്രയധികം ശാസ്ത്രീയതയും ഇത്രയധികം തിരുത്തലിനുള്ള പ്രാധാന്യവും നമ്മൾ അന്ന് ഉൾക്കൊണ്ടിരുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോളനി ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ അല്ലെങ്കിൽ അവർ നിശ്ചയിച്ചിരുന്ന മെനു ആയിരുന്നു സ്വാഭാവികമായിട്ട് അന്നുണ്ടായിരുന്നത്. ജയിലിനുള്ളിൽ തടവുകാർക്ക് ഇന്നത് കൊടുത്താൽ മതി എന്നുള്ളത്. ഒരു നേരം മാത്രം ഭക്ഷണം കൊടുത്തിരുന്ന കാലമുണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറയാനാണെങ്കിൽ സുബ്രഹ്മണ്യ ഷേണായിസ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമര പോരാളി, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥ കേരളീയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ കേരളീയൻ ജയിലിനുള്ളിലെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് ജയിലിനുള്ളിൽ താമസിക്കുന്ന സമയത്ത് അവർക്ക് നൽകുന്ന കഞ്ഞിയിൽ അരിയിലെ ഈ കറുത്ത തലയുള്ള പുഴുക്കൾ വെന്ത് കിടക്കും. ആ കഞ്ഞിയാണ് തടവുകാർക്ക് നൽകിയിരുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലമാണ്. അപ്പോൾ അങ്ങനെയുള്ള കഞ്ഞി നൽകുമ്പോൾ ഇവരൊക്കെ പരാതി പറയും, ഈ ഭക്ഷണം ഇതാണ്. അപ്പോൾ അന്നേരം കേരളീയൻ ഇവരോട് പറയുമായിരുന്നു, ഇത് നമ്മളുടെ നാടിന് പനി പിടിച്ചിരിക്കുകയാണ്, അസുഖമാണ്, ആ അസുഖം ഭേദപ്പെടാനുള്ള കഷായമാണിത്, അപ്പോൾ രുചി നോക്കണ്ട, കഷായമായിട്ട് ഇതിനെ കരുതിയാൽ മതി, മരുന്നായി ഇതിനെ എടുത്താൽ മതി എന്ന് പറയുമായിരുന്നു എന്ന് അദ്ദേഹം എൻ്റെ അടുക്കൽ ഒരു കഥ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അന്നത്തെ ഭക്ഷണത്തിൻ്റെ രീതി അതായിരുന്നു. അളവ് കുറവായിരിക്കും, വൃത്തിഹീനമായിരിക്കും, നേരം അല്ലെങ്കിൽ നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ അത് ഉണ്ടാവില്ല, ചായ എന്ന് പറയുന്ന ജയിലിനകത്ത് ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. അപ്പം അത് ഒരു പീനൽ എന്നുള്ള രീതിയിലേക്ക് ജയിലിനുള്ളിൽ വരുന്ന ശിക്ഷ അനുഭവിക്കാനാണെങ്കിൽ ജയിൽ കഴിയുന്ന സമയവും ഒരു ശിക്ഷയായിട്ട് നൽകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അന്ന്. അതിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ ജയിലിനുള്ളിൽ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം. പ്രവേശിപ്പിക്കുകയുമില്ല. പക്ഷേ തടവുകാർക്ക് ബീഡി ഉപയോഗിക്കാൻ ഒരു കാലത്ത് അനുവാദം കൊടുത്തിരുന്നു. അതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണത്വത്തിനെ അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു കാര്യമാണ്. സാധാരണത്വം എന്നുള്ള രീതിയിൽ ജയിലിനുള്ളിലെ അവസ്ഥകളിൽ എന്തൊക്കെ കൊണ്ട് അവരെ സാധാരണത്വം അവർക്ക് ഓഫർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അന്ന് ബീഡി അനുവദിച്ചിരുന്നത്. അതുപോലെ തന്നെ ഈവൻ തൂക്ക് ശിക്ഷാപ്രതികൾക്ക് കറുപ്പ് ഉപയോഗിക്കാനുള്ള അനുമതി പോലും കൊടുത്തിരുന്നു ഒരു ഘട്ടത്തിൽ, ഒരു കാലത്ത്. അതുപോലെ യൂറോപ്യന്മാരായിട്ടുള്ള തടവുകാർക്ക് പുകവലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വസ്തുക്കൾ അവർക്ക് റേഷൻ പോലെ തന്നെ വിതരണം ചെയ്തിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അപ്പം അത് ഒരു കാലത്ത് ചെയ്തിരുന്നൊരു കാര്യമാണ്. പക്ഷേ പിന്നീട് നമ്മളുടെ ആരോഗ്യ പരിപാലനത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ആരോഗ്യശീലങ്ങൾ നൽകുന്നതിൻ്റെ ഭാഗമായിട്ടും ദുശീലങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടും പൊതുസ്ഥലങ്ങൾ പുകവലിക്ക് നിഷിദ്ധമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയൊക്കെ ചെയ്തപ്പോഴാണ് അത്തരം കാര്യങ്ങളിലൊരു വ്യത്യാസം വന്നത്. ജയിൽ ചപ്പാത്തി ഇപ്പോൾ നല്ല ഭക്ഷണം അവർക്ക് കൊടുക്കുക എന്നതിലുപരിയായിട്ട് അവർ കൂടി പാചകം ചെയ്യുന്ന നല്ല ഭക്ഷണം നാട്ടുകാർക്ക് കൂടി കൊടുക്കുന്ന ഒരു സംവിധാനം, ഈ ഒരു സംവിധാനം അവരെ ഏതു തരത്തിലാണ് സ്വാധീനിച്ചിട്ടുള്ളത്? തടവുകാരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു അവസ്ഥകളിലേക്ക് ഇടപെടാൻ സാധിക്കുന്ന അവസരം അവർക്ക് വലിയ സന്തോഷകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് സമൂഹത്തിലേക്ക് ഇടപെടാൻ സാധിച്ച ഒരു ഇനിഷ്യേറ്റീവാണ് ഈ ജയിലിൽ നിന്ന് ഭക്ഷണം പുറത്ത് കൊടുക്കുന്ന ഒരു രീതി. അത് നമ്മുടെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ജയിൽ മേധാവിയായിരുന്ന ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് സാറാണ് അതിന് ഒരു തുടക്കം കുറിച്ചത്. നമ്മളിപ്പോൾ അത് തുടങ്ങിയിട്ട് തന്നെ ഒരു 10-15 വർഷത്തോളമായി.
പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഭക്ഷണത്തിൻ്റെ ഒരു കാര്യം നമ്മൾ കുടുംബം സമൂഹമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയുന്ന അതേ കാര്യമാണ് ഈ ഭക്ഷണത്തിൻ്റെ വിതരണത്തിൽ, ജയിലിൽ നിന്നുള്ള ഭക്ഷണത്തിൻ്റെ വിതരണത്തിലും ഉള്ളത്. മനുഷ്യർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കുക, സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കുക, സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ താൻ നിൽക്കുന്ന അവസ്ഥയിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുക എന്ന് പറയുന്നത് കറക്ഷന് സഹായിക്കുന്നൊരു വലിയ ഘടകമാണ് സമൂഹത്തിൻ്റെ നിർമ്മിതി. ഇപ്പോൾ ജയിലിനുള്ളിൽ കഴിയുന്ന ഒരാൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, പക്ഷേ അയാൾ പറയുന്നു ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം കുട്ടികൾ കഴിക്കുന്നു, അല്ലെങ്കിൽ തൊഴിലാളികൾ കഴിക്കുന്നു, സാധാരണക്കാർ കഴിക്കുന്നു, അവർ ക്യൂ നിന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണം വാങ്ങിക്കൊണ്ട് പോകുന്നു. അത് അയാളിൽ വലിയൊരു ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഭക്ഷണത്തിൻ്റെ വിതരണം മൂലം നമ്മൾ അനുഭവിക്കുന്നൊരു സംതൃപ്തിയുണ്ട്, മറ്റൊരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നില്ല. അത് ആർക്കും പറ്റുന്നൊരു കാര്യമാണ്. അത് നമ്മുടെ ഒരു ശീലമാണ്, നമ്മുടെ ഒരു അനുശീലനമാണ്. അത് ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് ഓഫർ ചെയ്യാൻ സാധിക്കുക, എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ സാധിക്കുക, അയാൾക്ക് പ്രത്യേകിച്ച് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല, ജീവജാലങ്ങൾക്കും പക്ഷികൾക്കും മത്സ്യങ്ങൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കാൻ ശീലമുള്ളവരാണ്. അപ്പോൾ ആ ശീലത്തെ നമ്മളുടെ കാരുണ്യം, നമ്മളുടെ കരുണ, നമ്മളുടെ മനസ്സിനുള്ളിലുള്ള നന്മകൾ, അതിനെയൊക്കെ ഒന്ന് ജ്വലിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഘടകമായിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യമായിട്ടോ അത് മാറിയിട്ടുണ്ട്. അതിനെതിരെ വിമർശനങ്ങളും ഉണ്ടാവും. അത് തടവുകാരുണ്ടാക്കുന്ന ഭക്ഷണത്തിന് വൃത്തി എന്തുമാത്രം ഉണ്ടാവും, സമൂഹത്തിനോട് ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി അവരെന്തെങ്കിലും ചെയ്താൽ അങ്ങനെ അതിൻ്റെ രീതി ചിലപ്പോൾ ഒക്കെ മാറിപ്പോകത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വിമർശനം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് നേരിട്ട് കാണുകയും അതിനെ ആ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന തടവുകാരുടെ മനോവ്യാപാരം എങ്ങനെയാണെന്ന് അറിയുകയും ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള വിമർശനങ്ങൾക്കൊന്നും ഒരു ആധാരവും ഇല്ല, അതിനൊന്നും ഒരു അടിസ്ഥാനവും ഇല്ലാത്തൊരു കാര്യമാണെന്ന് അതിനെ ചിരിച്ച് നമുക്ക് തള്ളിക്കളയാവുന്നതാണ് എന്നാണ് എനിക്ക് പറയാറുള്ളത്. ഞാനത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ ഞാൻ ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന അന്തേവാസികളുമായിട്ട് ഇടപഴകിയിട്ടുണ്ട്. അവരതിനെ ഒരു വലിയ ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ചീമേനി ഓപ്പൺ ജയിലിൽ ഞാൻ സൂപ്രണ്ടായിരിക്കുന്ന സമയത്ത് അവിടെ നാണു എന്നും ബാലൻ എന്നും പറയുന്ന 2 തടവുകാരുടെ നേതൃത്വത്തിലാണ് ഈ ബിരിയാണി ആണ് അവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട വിൽപ്പന. അത് പയ്യന്നൂർ, കാഞ്ഞങ്ങാട് എന്നീ പട്ടണങ്ങളിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് രാവിലെ തടവുകാർ ഒരു 4 മണിക്ക് അവർ തയ്യാറാവും. 4 മണിക്ക് അവർ എണീറ്റ് അവർ ഈ പ്രിപ്പറേഷൻ തയ്യാറാക്കി രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് അവർ പാക്ക് ചെയ്തിരിക്കും. അത് 10 മണിക്കോ 10:30ക്കോ ഒക്കെ ഈ ടൗണുകളിൽ വിൽപ്പനയ്ക്കായിട്ട് എത്തുകയും ചെയ്യും. ഈ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പ്രായമായ മനുഷ്യരാണ്, ഒരു 60 വയസ്സും 65 വയസ്സും ഒക്കെ പ്രായമുള്ളവർ. പക്ഷെ അവർ 3:30 മണിക്ക് എണീറ്റ്, ആ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 303 ഏക്കർ സ്ഥലമുള്ള ഒരു ജയിലാണ്. അവർ കിടക്കുന്ന ആ ബാരക്കിൽ നിന്ന് അവർ നടന്ന് ഈ ബിരിയാണി ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് നടന്നു വരണമെങ്കിൽ അത് തന്നെ ഒരു 1.5 കിലോമീറ്റർ നടക്കണം. 1.5 കിലോമീറ്റർ നടന്നാലാണ് ഈ പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുക. പക്ഷേ ഒരു ദിവസം പോലും മുടങ്ങാതെ, പരോളിൽ പോയിട്ട് വരുന്നതിൻ്റെ പിറ്റേ ദിവസം അവർക്ക് റെസ്റ്റ് എടുക്കാം, പക്ഷെ അതുപോലും എടുക്കാതെ അവർ ഈ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വെളുപ്പാങ്കാലത്ത് ഒരു 3-3:30 മണിയാവുമ്പോൾ എണീറ്റ് തയ്യാറായി അവരുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിച്ച് നടന്നു വരുന്ന ഈ മനുഷ്യരുടെ ഒരു അന്തസ്സ്, അവർ അനുഭവിക്കുന്ന ഒരു തൃപ്തി, അത് പ്രിപ്പയർ ചെയ്ത് ഓരോ തവണയും പാക്ക് ചെയ്ത് അത് കൊണ്ടുപോകുന്നതിൽ അവർ കാണിക്കുന്ന ഊഷ്മളമായിട്ടുള്ള ഒരു അവരനുഭവിക്കുന്ന ഒരു സന്തോഷം, ഇത് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ മറ്റുദ്യോഗസ്ഥരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാറിന് കുറേയേറെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും. ഇപ്പോൾ തടവുകാരുമായിട്ട് നല്ല ബന്ധം സൂക്ഷിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു താങ്കൾ. അപ്പോൾ അവരുടെ ഒരു അനുഭവം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ സാറുമായി പങ്കുവച്ചിട്ടുണ്ടാകുമല്ലോ, അത്തരം അനുഭവങ്ങൾ? അത് എപ്പോഴും അവർ ഈ പ്രത്യേകിച്ച് ഭക്ഷണം തയ്യാറാക്കുന്ന രീതികൾ എടുക്കുന്ന ഉടനെ അതിനാദ്യം നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ തന്നെ ആദ്യം നമ്മൾ ചെയ്തൊരു കാര്യം, അവിടെ വിശപ്പ് രഹിത നഗരം എന്ന് പറയുന്നൊരു പദ്ധതി സർക്കാരിൻ്റേതായിട്ടുണ്ട്. ആ വിശപ്പ് രഹിത നഗരം എന്ന് പറയുന്ന പദ്ധതിയിൽ ആശുപത്രികളിൽ കൂട്ടിരിക്കുന്നവരും രോഗികളുമായിട്ടുള്ള ആൾക്കാർക്ക്
സാമൂഹ്യ ആ, സുരക്ഷാ വകുപ്പ് ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതിൽ ജയിലിൽ നിന്ന് ഈ ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുക്കുകയും അങ്ങനെ ജയിലിൽ നിന്ന് ഏതാണ്ട് 500-നും 1000-നും ഇടയ്ക്ക് ഭക്ഷണപ്പൊതികൾ തയ്യാറാക്കി കൊണ്ടുവന്ന് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി ആദ്യം നമ്മളൊന്ന് പരീക്ഷിച്ചിരുന്നു. അത് ഈ ചപ്പാത്തി വിൽപ്പന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ബിരിയാണി വിൽപ്പന എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതിന് മുമ്പാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഏറ്റെടുത്ത പുറത്ത് ഭക്ഷണം കൊടുക്കുന്നതിന് ഏറ്റെടുത്ത ഒരു പദ്ധതി അതായിരുന്നു. അപ്പോൾ ആ പദ്ധതി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ തടവുകാർ അതിനകത്ത് കാണിച്ച ഒരു ആത്മാർത്ഥത, അവർ അതിൽ കണ്ട ഒരു ഉത്തരവാദിത്വം, അവരതിൻ്റെ ഒരു ചുമതല എന്നുള്ള രീതിയിൽ അവർ ഓരോരുത്തരും കാണിക്കുന്ന ഒരു അതീവ താല്പര്യം, അത് അവരുടെ മനസ്സിനകത്ത് എങ്ങനെയാണ് ഒരു കാരുണ്യം എങ്ങനെയാണ് കുറേശ്ശെയായിട്ട് വളർന്നു വരുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും. അത് അവർ കൃത്യമായിട്ട് തയ്യാറാക്കി അത് പൊതികളാണ്. അപ്പോൾ ഓരോ പൊതികൾ തയ്യാറാക്കുമ്പോൾ അവരൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു രോഗിക്ക്, അതല്ലെങ്കിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരിക്ക്, അവരുടെ കുടുംബാംഗങ്ങൾക്ക്, അതല്ലെങ്കിൽ ആശുപത്രിയിൽ ഉത്കണ്ഠയോടുകൂടി കഴിയുന്ന ഒരു മനുഷ്യന് ആണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് അവർ കാണിക്കുന്ന ഇതൊരു വലിയൊരു സന്ദേശം പോലെ, അവരുടെ ഒരു പ്രായശ്ചിത്തം പോലെ അവരത് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കെല്ലാം അതൊരു വലിയൊരു ഞങ്ങളിലൊക്കെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അപ്പോൾ അത് തടവുകാർ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, അതിനൊക്കെ അധിക ജോലി വേണ്ടി വരും. ആ അധിക ജോലി ചെയ്യാൻ സാധാരണ തടവുകാർ അവരുടെ ജോലി ചെയ്യുന്നതിൻ്റെ സമയം കുറയ്ക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നവരാണ്. അപ്പോൾ അവരോട് 8 മണിക്കൂർ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ 6 മണിക്കൂറാക്കാം, അതല്ലെങ്കിൽ അത് 5 മണിക്കൂറായിട്ട് എങ്ങനെ ചുരുക്കാം, ഒരു ദിവസത്തെ ജോലിയുടെ ടാസ്ക് എങ്ങനെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും, അതിനകത്ത് ലാഭപ്പെടുത്തൽ എന്നുള്ള രീതിയിലേക്കും ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നലിൻ്റെയൊക്കെ ഭാഗമായി പ്രവർത്തിക്കുന്നവരുമുണ്ട്. പക്ഷേ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെടുക്കുന്ന ഒരു അധിക ടാസ്ക്, അധികമായിട്ട് അവർ ചെയ്യുന്ന ജോലി, അതിനുവേണ്ടി കാണിക്കുന്ന ഒരു ആവേശം, ഇതിൽ വലിയൊരു ഫലം നമ്മൾ കാണാറുണ്ട് അവരുടെ മനപരിവർത്തനത്തിൽ. മറ്റ് ജോലികൾ ജയിലിനുള്ളിൽ തടവുകാർക്ക് കൊടുക്കാറുണ്ടല്ലോ, അതെന്തൊക്കെ ജോലികളാണ് കൊടുക്കുന്നത്? അതിന് കൂലി കൊടുക്കാറുണ്ടോ? അങ്ങനെയുള്ള സംവിധാനങ്ങൾ ജയിലിനുള്ളിൽ ഒരുപാട് ജോലികളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജയിലെന്ന് പറയുമ്പോൾ മേജർ ജയിലുകളെല്ലാം ഒരു ഗ്രാമം പോലെയാണ് പ്രവർത്തിക്കുന്നത്. എന്തെല്ലാം ജോലികൾ ഒരു ഗ്രാമത്തിലുണ്ടോ അതെല്ലാം അവിടെയും ഉണ്ടാകും. ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ ഇപ്പോൾ അടുക്കള ജോലികളുണ്ട്, ഓഫീസ് ജോലികളുണ്ട്, അതിൻ്റെ അലക്ക് ജോലികളുണ്ട്, കൃഷിപ്പണിയുണ്ട്, പശുവോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവികളുടെ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്തു മൃഗങ്ങളുടെ പരിപാലനമുണ്ട്. അപ്പോൾ ഈ ജോലികളെല്ലാം നമ്മൾ ജയിലിനുള്ളിലുമുണ്ട്. അപ്പോൾ ജയിലിനുള്ളിൽ കൂടുതൽ തടവുകാർ ചെയ്യുന്നത് കൃഷിപ്പണികളാണ്. ആ കൃഷിപ്പണികൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ്റെ മനസ്സിനുള്ളിൽ സൃഷ്ട്യോന്മുഖമായിട്ടുള്ള ഒരു താല്പര്യം, തൃഷ്ണ, അത് വളർത്തിയെടുക്കുക എന്നുള്ളതും ഒരുതരം കൃഷിയിലൂടെ കാരണം ഒന്ന് നമ്മൾ നടുകയാണ്, ഒരുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട. ഭൂമിയാണെങ്കിലും ഒരു വിത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഒരുക്കൽ നടക്കുന്നു, അതിനൊരു പ്ലാനിങ് വരുന്നു, അത് ഒരു വിത്തായിട്ട് അവർ നടുന്നു. ആ വിത്തിൻ്റെ വിത്ത് പൊട്ടി മുളച്ച് തൈയായിട്ട് മാറുന്നു. ആ തൈ വീണ്ടും വീണ്ടും ശാഖകളും ഇലകളും ഒക്കെ ആയിട്ട് വളരുകയാണ്. താഴേക്ക് വേരും മുകളിലേക്ക് ശാഖകളുമായിട്ട് അത് വളരുന്നു, അത് പുഷ്പിക്കുന്നു, അതിൽ നിന്നൊരു ഫലമുണ്ടാകും. ഇത് ഒരു തടവുകാരൻ്റെ മനസ്സിനകത്ത് വരുത്തുന്ന വലിയൊരു കാര്യമുണ്ട്. അതായത് എന്തിനെങ്കിലും ഒന്ന് നശിപ്പിച്ച, അല്ലെങ്കിൽ എന്തിനെങ്കിലും ഒന്ന് നഷ്ടപ്പെടുത്തിയ, എന്തിനെങ്കിലും മുറിവേൽപ്പിച്ച ഒരാളാണ് ഈ അന്തേവാസി തടവുകാരൻ. അപ്പോൾ അയാൾ ഒന്ന് പുതുതായിട്ട് സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അയാളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു തെറാപ്പി പോലെയാണ് ഈ കൃഷി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിയാണ് ജയിലുകളിൽ പ്രധാനമായിട്ടുള്ള ഒരു തൊഴിൽ ചെയ്യുന്ന തടവുകാർക്ക് 2-3 സ്കെയിലുകളിലായിട്ട് അവർക്ക് നമ്മൾ കൂലി കൊടുക്കാറുണ്ട്. കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം കൂലിയുടെ അത്രയും എത്തിയിട്ടില്ലെങ്കിലും ഇന്ത്യയിലെ ജയിലുകളിൽ സാമാന്യം ഭേദപ്പെട്ട, അല്ലെങ്കിൽ 2ാം സ്ഥാനത്തോ 1ാം സ്ഥാനത്തോ ഒക്കെ വേതനം നൽകുന്ന ജയിൽ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലെ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഒരു നല്ല വേതനം നൽകുന്നത്.
സാറിൻ്റെ ഒരു റിട്ടയർമെൻറ്റ് വലിയ വാർത്തയായതാണ്. തടവുകാർ താങ്കളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതും അങ്ങനെയുള്ള സംഭവങ്ങൾ. ഈ സാധാരണ ജയിൽ ഉദ്യോഗസ്ഥർ ഈ തടവുകാരുമായി ഇങ്ങനെ ഒരു ബന്ധം സൂക്ഷിക്കാറുണ്ടോ? അതോ സാറിനെ പോലുള്ള വളരെ അപൂർവമായിട്ടുള്ള സംഭവങ്ങൾ ആളുകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ? അല്ല, എല്ലാ ജീവനക്കാർക്കും തടവുകാരോട് അടുപ്പവും ബന്ധവും ഉണ്ട്. അത് ഇല്ലാതിരിക്കാൻ പറ്റില്ല. കാരണം തടവുകാർ എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ ഒരു കുറച്ച് സമയമാണ് അവരുടെ കയ്യിൽ തടവുകാർ അല്ലെങ്കിൽ കുറ്റവാളി ഉണ്ടാവുക. അല്ലെങ്കിൽ ജയിലിനുള്ളിലേക്ക് അയക്കുന്ന ഒരാളിനെ പോലീസ് കൈകാര്യം ചെയ്യുന്നതോ അല്ലെങ്കിൽ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ടാകുന്നതോ പോലീസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ അയാളെ പരിപാലിക്കുന്നതോ ഒക്കെ വളരെ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. പക്ഷേ അയാളൊരു ദീർഘകാലം ജയിലിനുള്ളിലാണ്. ദീർഘകാലം ജയിലിനുള്ളിലെന്ന് പറയുമ്പോഴത്തേക്ക് തടവുകാർ വേറെ അവരുടെ ഏതെങ്കിലും ഒരു ബന്ധുവിനെ കാണുന്നതിനേക്കാൾ കൂടുതൽ കാലം അവർ ജയിൽ ഉദ്യോഗസ്ഥനെ കാണും. അതുപോലെ തന്നെ ജയിൽ ഉദ്യോഗസ്ഥനും അയാളുടെ ഒരു ബന്ധുക്കളെ ആരുമായിട്ട് ഇടപഴകുന്നതിനേക്കാൾ കൂടുതൽ കാലം തടവുകാരുമായിട്ട് ഇടപഴകും. ഇപ്പോൾ 15 വർഷം 20 വർഷമൊക്കെ കാണുന്ന തടവുകാർ നമ്മുടെ മുമ്പിലുണ്ട്. 20 വർഷമായിട്ട് ഒരു തടവുകാരനെ എനിക്കറിയാം. അതല്ലെങ്കിൽ 15 വർഷമായിട്ട് ഒരാളിനെ എനിക്കറിയാം. അയാൾ വ്യത്യസ്തമായിട്ടുള്ള സ്ഥാപനത്തിലായിരിക്കും. എന്നാലും ഇപ്പോൾ ഞാൻ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ജോലി ചെയ്യുമ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന പല തടവുകാരും ഇപ്പോഴും അവിടെയുണ്ട്. അവരുടെ എല്ലാം അവസ്ഥകൾ എനിക്കറിയാം. അവരുടെ രീതികൾ, അവരുടെ സ്വഭാവം, അവരുടെ ഗുണങ്ങൾ, അവരുടെ കുറവുകൾ, അവരുടെ കുടുംബം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേരിൽ കാണുകയും അവരോട് ഒരു ബന്ധുവിനെ പോലെ ഇടപഴകുകയുമാണ്. ഈ ഒരു അവസ്ഥ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അപൂർവമാണ്. ഒരു രോഗിയായിട്ട് ആശുപത്രിയിൽ വരുന്ന ഒരാളിനോട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡോക്ടർക്കോ നഴ്സിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനോ ഉള്ള ബന്ധം പോലും അല്ല ഇത്. അവർക്ക് വ്യക്തിപരമായി ഇടപഴകാനുള്ള റെസ്ട്രിക്ഷൻസും ഉണ്ട്. ഇത് അങ്ങനെയല്ല. എല്ലാ കാര്യങ്ങളും അയാളുടെ മനസ്സ് തുറക്കുന്നത്. പിന്നെ ഇതിന് ഒരു ഏറ്റക്കുറച്ചിലുണ്ടാവും. ചില മനുഷ്യർ അല്ലെങ്കിൽ ചില തടവുകാരോട് ഉദ്യോഗസ്ഥൻ ഇടപഴകുന്നതിൻ്റെ അളവിൽ ചില വ്യത്യാസമുണ്ട്. ഒരാൾക്ക് 40 മാർക്ക് നമ്മൾ കൊടുക്കാൻ പറ്റുമ്പോൾ ഒരാൾക്ക് 60 മാർക്ക് കൊടുക്കാൻ പറ്റുമായിരിക്കും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. അത് പലപ്പോഴും ഉദ്യോഗസ്ഥരോട് നമ്മൾ എപ്പോഴും ആവശ്യപ്പെടുന്നത് അവർ പ്രൊഫഷണലായിരിക്കണം എന്നാണ്. എല്ലാ ഉദ്യോഗസ്ഥരോടും നമ്മൾ ആവശ്യപ്പെടുന്നെങ്കിൽ പ്രൊഫഷണലായിരിക്കണം. പക്ഷേ പ്രൊഫഷണലാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തടവുകാരൻ്റെ വൈയക്തികമായിട്ടുള്ള അയാളുടെ വൈകാരിക ലോകത്തിലേക്ക് പ്രവേശിക്കുകയും അയാളുടെ പ്രശ്നങ്ങൾ നമ്മളുടെ പ്രശ്നങ്ങളാണെന്ന് തോന്നുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാവരുത്. അത് നമ്മൾ ഫലപ്രദമായിട്ട് ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നതിനെ തടസ്സപ്പെടുത്തും. പക്ഷേ മറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അയാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അയാളുമായിട്ട് നിരന്തരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അയാളുടെ പ്രശ്നങ്ങളെ ഉൾക്കൊള്ളുക, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി സാധിക്കുമെങ്കിൽ അത് ചെയ്യുക. കാരണം വേറെ ആരോടും അയാൾക്ക് ഷെയർ ചെയ്യാനില്ല. അയാൾക്ക് ഭാര്യയോട് ഷെയർ ചെയ്യാനില്ല, മക്കളോട് ഷെയർ ചെയ്യാനില്ല, ബന്ധുക്കളോട് ഷെയർ ചെയ്യാനില്ല, കൂട്ടുകാരോട് ഷെയർ ചെയ്യാനില്ല. ഇതെല്ലാം ഒരു ഉദ്യോഗസ്ഥനാണ് ഈ റോളുകളെല്ലാം നിർവഹിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് എല്ലാ ജയിലുദ്യോഗസ്ഥരോടും തടവുകാർക്കുള്ള ബന്ധം അതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ആരോപണങ്ങൾ വരും. ഇതുകൊണ്ടാണ് ഈ ഒരു പ്രൊഫഷണലിസം വിട്ടുപോയാൽ ചിലപ്പോൾ ഈ ആരോപണങ്ങളിലേക്ക് വരാം. ഉദ്യോഗസ്ഥൻ ചില സഹായങ്ങൾ അയാൾക്ക് ചെയ്തു കൊടുത്തു. അയാൾക്ക് സഹായം ചെയ്ത് കൊടുക്കണം. അയാൾക്ക് സഹായം ചെയ്തു കൊടുക്കാനുള്ള ബാധ്യത ഈ ഉദ്യോഗസ്ഥനുണ്ട്. അയാൾക്ക് ചില സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അയാൾക്ക് ചില വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക, അയാളെ ഉപദേശിക്കുക. അല്ലാതെ അയാളെ നമ്മൾ തുടങ്ങിയപ്പോൾ സംസാരിച്ചതുപോലെ അയാളെ ഒരു മുറിക്കുള്ളിലേക്ക് നമ്മൾ വെറുതെ കൊണ്ടൊന്ന് പൂട്ടിയിടുകയും അയാളെ അയാൾ എത്രയും നേരം നോക്കിയതിന് ശേഷം തുറന്ന് വെളിയിലേക്ക് ഇറക്കി വിടുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഈ സിസ്റ്റത്തിൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കുന്നതിന് സഹായിക്കില്ല. അങ്ങനെയുള്ള ബന്ധമുള്ളപ്പോഴും മാത്രമല്ല അത്രയും ടൈറ്റായിട്ടുള്ള കൃത്യമായ സെക്യൂരിറ്റി പിന്തുടരുമ്പോഴും ഈ ജയിലുകളിൽ നിന്ന് ജയിൽ ചാട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. ജയിൽ ചാട്ടം എന്ന് പറയുന്നത് ഒരു ജയിൽ എമർജൻസിയാണ്. ജയിലിനുള്ളിൽ സംഭവിക്കുന്നൊരു എമർജൻസിയാണ്. ആ എമർജൻസി വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് എമർജൻസീസ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ജയിലിലെ ഉദ്യോഗസ്ഥൻ ഏറ്റവും ആദ്യം സംഭവിക്കരുത് എന്ന് വിചാരിക്കുന്ന കാര്യമാണ് ജയിൽ ചാട്ടം. മറ്റൊന്ന് ജയിലിൽ നടക്കുന്ന മരണമാണ്. അത് ആത്മഹത്യ ആയാലും അല്ലാത്ത മരണമാണെങ്കിലും ഈ രണ്ട് കാര്യങ്ങൾ ജയിലിനുള്ളിൽ
ഉദ്യോഗസ്ഥരാണെങ്കിലും തടവുകാരാണെങ്കിലും നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അത് പൊതു സ്വഭാവമാണ് ഞാൻ. പക്ഷേ എന്നാലും മനുഷ്യൻ്റെ ബന്ധങ്ങൾ, മനുഷ്യൻ്റെ വിചാരങ്ങൾ, മനുഷ്യൻ്റെ വികാര വിക്ഷോഭങ്ങൾ, അയാൾ ധരിച്ചു വെക്കുന്ന ചില അബദ്ധ വിശ്വാസങ്ങൾ, ഇതൊക്കെ അവരെ എസ്കേപ്പിന് വേണ്ടിയിട്ട് നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുകയോ ഒക്കെ ചെയ്തുകൂടായികയില്ല. അങ്ങനെ സംഭവിക്കാം. അത് പല എസ്കേപ്പ് ചെയ്തിട്ടുള്ള പല തടവുകാരും ഒരു ആത്മഹത്യ ചെയ്യുന്നതും എസ്കേപ്പ് ചെയ്യുന്നതും പെട്ടെന്ന് ഒരു ഒറ്റ കാര്യത്തിൽ മാത്രമായിട്ട് തീരുമാനമെടുത്ത് അത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്യുന്നതാണ്. സൂയിസൈഡ് ചെയ്യുന്നതും അങ്ങനെയാണ്. എസ്കേപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് രക്ഷപ്പെടണം എന്നുള്ളതല്ലാതെ അതിൻ്റെ കോൺസിക്വൻസസിനെ കുറിച്ചോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന അവസ്ഥയെക്കുറിച്ചോ ഒന്നും അയാൾ അന്നേരം ആലോചിക്കുന്നില്ല. പക്ഷെ മറിച്ച് പിന്നീട് അയാൾ ചിലപ്പോൾ അതിനകത്ത് റിപ്പൻറ്റ് ചെയ്തു എന്ന് വരാം. എന്നാലും ഇതാണ്, അത് മനുഷ്യൻ അല്ലേ, മനുഷ്യനാണല്ലോ അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. ആ മനുഷ്യന് സംഭവിക്കാവുന്ന എല്ലാ ദൗർബല്യങ്ങളും ചിന്താക്കുഴപ്പങ്ങളും ഒക്കെ ഈ ഇത്തരത്തിലുള്ള ജയിലിനുള്ളിലെ മനുഷ്യർക്കും സംഭവിക്കും. ഇങ്ങനെ ഒരു കൂട്ടത്തിൽ, അതായത് കുറ്റവാളികളുടെ ഒരു കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ, അപ്പോൾ ഈ തടവുകാരുടെ മാനസികാരോഗ്യം അതെങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? തടവുകാരുടെ മാനസികാരോഗ്യം ഒരു വളരെ പ്രധാനപ്പെട്ട വലിയ കൺസേണുള്ള ഒരു ഘടകമാണ്. കാരണം ജയിലിനുള്ളിലേക്ക് വരുന്ന ഒരു മനുഷ്യൻ അയാളുടെ അതുവരെയുള്ള ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുക. അതുവരെയുള്ള അയാളുടെ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ച്, അയാളുടെ എല്ലാ സന്തോഷങ്ങളും അവസാനിച്ച്, അയാൾ വേറെ ഒരു വഴിയിലൂടെ, അയാൾ പ്രതീക്ഷിക്കാത്ത മറ്റൊരു വഴിയിലൂടെ അയാൾ ഒഴുകാൻ തുടങ്ങുകയാണ്. അത് എല്ലാ ആൾക്കാർക്കും അതിലേക്ക് വരുന്ന ഏത് മനുഷ്യനും, അതിപ്പോൾ ഞാനിന്ന് നാളെ ജയിലിൽ പോയാലും എനിക്കും സംഭവിക്കുന്ന പ്രശ്നം ഗൗരവമേറിയതും ഗുരുതരവുമാണ്. അതിൽ നിന്ന് പിന്നീട് മനുഷ്യൻ എന്നുള്ള രീതിയിൽ, മനുഷ്യനെന്ന് പറയുന്ന ആൾക്ക് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ആ കഴിവ് ഉപയോഗപ്പെടുത്തി പിന്നീട് അയാൾ മടങ്ങി വരികയോ നോർമലാവുകയോ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 24 മണിക്കൂർ, ആദ്യത്തെ 30 ദിവസമൊക്കെ ഒരു ജയിലിനുള്ളിൽ വരുന്ന ഒരാളിന് വളരെ പ്രധാനപ്പെട്ടത്. അത് മാനസികാരോഗ്യത്തെയും ബാധിക്കും. അയാൾ ഇതുവരെ ഉണ്ടായിരുന്ന വളരെ സ്വതന്ത്രമായിട്ടുള്ള, അയാൾ അനുഭവിച്ചിരുന്ന എല്ലാ സ്വാതന്ത്ര്യവും ഭരണഘടന ഉറപ്പുവരുത്തിയ എല്ലാ സൗകര്യങ്ങളും അവസാനിച്ചിട്ട് അയാൾക്കിഷ്ടമല്ലാത്ത ഒരു സിസ്റ്റത്തിലേക്ക് വരിക. അപ്പോൾ അത് അയാളുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും മാനസികാരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ആ മാനസികാരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ വളരെ ഒരു മറ്റ് സഹതടവുകാർ അയാളെ നന്നായി സഹായിക്കാറുണ്ട്. അത്തരത്തിലുള്ള ഈ സിറ്റുവേഷനിലേക്ക് പെട്ടെന്ന് കയറി വരുന്ന ഒരാളിനെ തടവുകാരുടെ സാന്നിധ്യം, അവരുടെ ആശ്വാസവാക്കുകൾ, അവരുടെ സഹകരണം, അയാൾക്ക് നൽകുന്ന ഒരു പരിഗണന, ഇതൊക്കെ ഒരു സഹതടവുകാരുടേതായിട്ടുള്ള ഒരു നല്ല ഒരു ട്രീറ്റ്മെൻറ്റ് അവരിൽ നിന്നുണ്ടാകാറുണ്ട്. ഇത് നമ്മളിപ്പോൾ സിനിമയിൽ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ വരുന്ന തടവുകാരെ മറ്റ് തടവുകാർ ഉപദ്രവിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, ആരോപണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അകത്ത് കയറി വരുന്ന ഒരു തടവുകാരനെ മറ്റ് തടവുകാർ ഉൾക്കൊള്ളുന്നത് അയാൾക്കൊരു വലിയ ആശ്വാസം. അങ്ങനെ സംഭവിക്കുന്നു. അതൊന്ന്. 2, ജീവനക്കാർ നൽകുന്നൊരു സപ്പോർട്ടുണ്ട് അയാൾക്ക്. അതും അയാളെ സാധാരണ ജീവിതത്തിലേക്കോ അല്ലെങ്കിൽ സാധാരണ മാനസികാവസ്ഥയിലേക്കോ മടങ്ങി വരാൻ സഹായിക്കും. എന്നാൽ പോലും ജയിൽ എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും മാനസികാരോഗ്യം നിലനിർത്താൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു സ്ഥാപനമല്ല. അതിൻ്റെ സ്വഭാവം അതല്ല. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ജയിലിനുള്ളിൽ കുറ്റവാളികളുമായി ആത്മാർത്ഥമായ ബന്ധം പലപ്പോഴും സ്ഥാപിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ബന്ധം സ്ഥാപിക്കുമ്പോഴും ആത്യന്തികമായി പലരും കുറ്റവാളികളാണ്, അവർക്ക് കുറ്റവാസന ഉള്ളവരാണ്. ഇവരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ശത്രുത അല്ലെങ്കിൽ ഒരു ഭീഷണി നിങ്ങൾക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ടോ? ഞാൻ എൻ്റെ ഒരു 32 വർഷക്കാലത്തെ സർവീസിനിടയ്ക്ക് വളരെ അപൂർവമായിട്ട് 1-2 തടവുകാരുമായിട്ട് ഉണ്ടായിട്ടുള്ള, അതിനെയൊന്നും ഞാൻ അത്ര ഗൗരവമായിട്ട് കാണുന്ന കാര്യങ്ങളൊന്നുമല്ല, അല്ലെങ്കിൽ പറയേണ്ട അവസ്ഥ പോലുമില്ല. അത് മാത്രമേ ഉള്ളൂ. അവരോടൊരു അഡ്ജസ്റ്റ്മെൻറ്റിന് സാധിക്കാതെ നിന്ന 1-2 തടവുകാരുടെ പേരല്ലാതെ മറ്റൊരു തടവുകാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മോശം പറയാനില്ല. ഞാൻ മറ്റവരെയും മോശമായിട്ടല്ല പറയുന്നത്, മറിച്ച് ഒരു കറക്ഷണൽ ഓഫീസർ എന്നുള്ള രീതിയിൽ എനിക്ക് അവരോട് അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് എന്നെ ഉൾക്കൊള്ളാനോ സാധിച്ചില്ല എന്നുള്ളത് എൻ്റെ ഒരു പരിമിതിയായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. മറിച്ച് ബാക്കിയുള്ള ഏത് തടവുകാരെയും
നമുക്ക് അനുസരിപ്പിക്കാൻ സാധിക്കും, അവരെ ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കും, അവരെ നമുക്ക് പരിഗണിക്കാൻ സാധിക്കും, അവരിൽ നമുക്ക് സ്നേഹവും വിശ്വാസവും ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. ജയിലിനുള്ളിൽ കുറ്റവാളികൾ തമ്മിലുള്ള ബന്ധം ഉണ്ടാകാറുണ്ട്. പലരും ഈ കുറ്റകൃത്യത്തിൻ്റെ പശ്ചാത്തലമുള്ളവരുമായിരിക്കും. ഇവർ തമ്മിലുണ്ടാകുന്ന ബന്ധം പിന്നീട് ജയിലിന് പുറത്തിറങ്ങുമ്പോൾ വളരുകയും ഒരു കൂട്ടുകെട്ടിൻ്റെ സ്വഭാവത്തിലേക്ക് പോകുകയും പിന്നീട് കുറ്റകൃത്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നൊരു രീതി കണ്ടുവരുന്നുണ്ടല്ലോ. ഇതിനെ തടയാൻ ജയിലിനുള്ളിൽ എന്തെങ്കിലും സംവിധാനമുണ്ടോ? അത് ജയിലുകളുടെ വലിയൊരു പരിമിതിയാണ്. പലപ്പോഴും ഈ കുറ്റവാസനയുള്ള തടവുകാർക്ക് പരസ്പരം അതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കാനും അവർക്ക് അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കാനും അത് പുറത്ത് കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളൊരു ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളൊരു പ്രശ്നവുമാണ്. അതുകൊണ്ടാണ് ഈ പ്രൊബേഷൻ പോലെയുള്ള ചില കാര്യങ്ങൾ ജയിലിനുള്ളിൽ അല്ലെങ്കിൽ ശിക്ഷാവിധിയുടെ ഭാഗമായിട്ട് പലപ്പോഴും പ്രൊബേഷൻ സർവീസ് പോലെയുള്ള കാര്യങ്ങൾ പരീക്ഷിക്കാൻ നമ്മൾ നേരത്തെ തീരുമാനിച്ചത്. വെച്ച് കഴിഞ്ഞാൽ അതൊരു 10-70 വർഷങ്ങളായിട്ട് നമ്മൾ ചിന്തയിലുള്ളൊരു കാര്യമാണ്. ജയിലിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ കണ്ടാമിനേഷൻ വരുന്നു, അല്ലെങ്കിൽ ഈ വിമലീകരണത്തിന് പകരം സ്വഭാവത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അതിന് തടവുകാരെ ക്ലാസിഫൈ ചെയ്ത് താമസിപ്പിക്കുക എന്നുള്ളതാണ് സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യം. എങ്ങനെയൊക്കെയുള്ള തടവുകാരെ ഗ്രേഡ് ചെയ്യുക, തടവുകാരുടെ അവരുടെ ചെയ്തി, അവരുടെ മാനസികാവസ്ഥ, അവരുടെ കുറ്റവാസന, ഇതിനെ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കി അവരെ വേർതിരിച്ച് താമസിപ്പിക്കുകയും പുതുതായിട്ട് വരുന്ന തടവുകാർ, ആദ്യ കുറ്റവാളികൾ അല്ലെങ്കിൽ ആദ്യ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് ജയിലിലേക്ക് ആദ്യമായിട്ട് പ്രവേശിപ്പിക്കപ്പെടുന്നവർ, അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നൊക്കെ പറയുന്ന രീതി നമ്മൾ തിയറിറ്റിക്കലായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലെ ജയിലുകളിലും ഇന്ത്യയിലെ ജയിലുകളിലും ഒന്നും അത്തരത്തിലുള്ള ഒരു പ്രായോഗികമായിട്ട് നിർവഹിക്കാനുള്ളൊരു സൗകര്യം പലപ്പോഴും നമ്മുടെ ജയിലുകളിൽ ഇല്ല എന്നുള്ളൊരു പരിമിതി നമുക്കുണ്ട്. കൊടുംകുറ്റവാളികൾ, അതുപോലെ തന്നെ കാപ്പ പോലെയുള്ള വകുപ്പുകൾ ചുമത്തി കരുതൽ തടങ്കലിൽ വരുന്ന ആളുകൾ, റിമാൻഡ് പ്രതികൾ, വിചാരണ തടവുകാർ, പിന്നെ സാധാരണ നമ്മുടെ തടവുകാർ, ഇവരെല്ലാവരും ഒരുമിച്ചാണോ, ഒരേ രീതിയിലാണ് ഇവർ ഇടപഴകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജയിലുകളിലുണ്ടോ? മേജർ ജയിലുകളിലൊക്കെ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമ്മളുടെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞൊരു പരിമിതിയാണ്. കാരണം എല്ലാ ജയിലുകളും, ലോകത്തെ എല്ലാ ജയിലുകളും ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ജയിലുകളാണ്. എല്ലാ ജയിലുകളിലും എല്ലാ ജയിൽ ഡിപ്പാർട്ട്മെൻറ്റും അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സൗകര്യത്തിനപ്പുറത്തേക്ക് തടവുകാരെ പ്രവേശിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളത്. ഇപ്പം നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടുത്തെ ബെഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. അവിടെ ബെഡ് ഉണ്ടെങ്കിൽ അഡ്മിറ്റ് ചെയ്യും. നമ്മൾ തിയേറ്ററിൽ പോയി സിനിമയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുക്കുമ്പോൾ ടിക്കറ്റ് തീർന്നു കഴിഞ്ഞാൽ അവർ ഹൗസ്ഫുൾ ആയിട്ട് എഴുതി കാണിക്കും, ഇനി നമുക്ക് ടിക്കറ്റ് ഇല്ല എന്നുള്ള കാര്യം പറയും. പക്ഷേ നമ്മുടെ ജയിലുകളെ സംബന്ധിച്ചിടത്തോളം ജയിലുകളുടെ അക്കോമഡേഷൻ അനുസരിച്ചല്ല, അക്കോമഡേഷൻ ഫെസിലിറ്റി വെച്ചിട്ടല്ല നമ്മൾ തടവുകാരെ അഡ്മിറ്റ് ചെയ്യുന്നത്. ഓരോ തടവുകാർ, ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിന് 750-നും 800-നും ഇടയ്ക്ക് തടവുകാരെ പാർപ്പിക്കാനുള്ള സൗകര്യമുള്ളതാണ് തിരുവനന്തപുരം സെൻട്രൽ ജയിൽ. പക്ഷേ നമുക്കവിടെ 1400-ഓളം തടവുകാർ ഉണ്ടാകുന്നു ഇപ്പോൾ. അതുപോലെ തന്നെ ദക്ഷിണ കേരളത്തിലെ ജയിലുകളെല്ലാം ഓവർ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ജയിലുകളാണ്. വനിതാ ജയിലുകൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ജയിലുകളും കേരളത്തിൽ ഓവർ പോപ്പുലേറ്റഡ് ആണ്. അപ്പോൾ അത് കൂടുതൽ തടവുകാർ പ്രവേശിപ്പിക്കുകയും അവരെ താമസിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ശാസ്ത്രീയ മാർഗ്ഗങ്ങളെ അതുപോലെ അവലംബിച്ച് ഈ കറക്ഷൻ്റെ കാര്യത്തിലേക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതും ഇപ്പോൾ സെൻട്രൽ ജയിലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷിച്ച തടവുകാരെ മാത്രം പാർപ്പിക്കാനുള്ള ഇടങ്ങളാണ്. പക്ഷേ മറ്റ് ജയിലുകളിൽ ഉണ്ടാകുന്ന ഓവർ പോപ്പുലേഷനെ നമ്മൾ ഈ മേജർ ജയിൽ കൊണ്ടാണ് പലപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ആലപ്പുഴയിൽ കൂടുതൽ തടവുകാരെ അവിടെ പാർപ്പിക്കാവുന്നതിലധികം തടവുകാർ ആലപ്പുഴ ജില്ലാ ജയിലിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ നിന്നുള്ള തടവുകാരെ നമ്മൾ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റി പാർപ്പിക്കുക. കാരണം സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് ഈ വലിയ സംവിധാനമായതുകൊണ്ട് അവിടെ എത്ര പേര് വന്നു കഴിഞ്ഞാലും അവരെ നമ്മൾ വിചാരിക്കുന്ന ശാസ്ത്രീയ രീതിയിലല്ലെങ്കിൽ പോലും അവിടെ പാർപ്പിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് അവിടേക്ക് മാറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ജയിലുകൾ ഉണ്ടാകുന്നതിനെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിലും നമ്മളുടെ ജയിലുകളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുടെ എണ്ണം ഓരോ സ്ഥാപനത്തിലും പ്രവേശിപ്പിക്കുകയും പാലിക്കുകയും ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ നമുക്ക്
എത്തിച്ചേരാൻ പറ്റുന്ന നീക്കമെന്ന്. ഈ തടവുകാരെ നിയന്ത്രിക്കുന്നതിൽ ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അതായത് ഫോൺ ഉപയോഗം പോലുള്ള മാൽ പ്രാക്ടീസുകൾ ജയിലുകൾക്കുള്ളിൽ വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കുറ്റവാളികളും ജയിലിനുള്ളിൽ നിന്ന് ഫോൺ ഉപയോഗിച്ച് പുറത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇതുമൂലം സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇത് ഒന്നാമത് നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജയിലിൻ്റെ ഓതറൈസ്ഡ് അക്കോമഡേഷൻ അനുസരിച്ചാണ് ആ ജയിലുകളിലുള്ള സ്റ്റാഫ് പാറ്റേൺ നിശ്ചയിക്കപ്പെടുന്നത്. കൂടുതൽ തടവുകാർ വന്നു എന്നുള്ളത് കൊണ്ട് ജീവനക്കാരുടെ എണ്ണം വർദ്ധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ 750 പേരെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫ് 1400 പേരെയും നോക്കുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. ജയിലിനുള്ളിലേക്ക് മയക്കുമരുന്ന് കടന്നു വരാം, അതുപോലെ ജയിലിനുള്ളിലേക്ക് നിരോധിക്കപ്പെട്ട വസ്തുക്കൾ കയറി വരാം, ജയിലിനുള്ളിലേക്ക് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ പ്രവേശിക്കാം. അത് ജയിലിനുള്ളിൽ നിന്ന് തടവുകാർ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തടവുകാരനെയും സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യവും ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ ചെയ്യുന്നത്. തടവുകാരനെ നിരീക്ഷിക്കുക. തടവുകാരൻ നമ്മളുടെ നിരീക്ഷണത്തിലാണ് എന്നുള്ളത്. ആ നിരീക്ഷണം എന്ന് പറയുന്ന അവസ്ഥ പലപ്പോഴും അതിൻ്റെ ഗാഢത കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെ കുറഞ്ഞു വരുന്ന ഉടനെ അത് സിസ്റ്റത്തെ ബാധിക്കുന്നുണ്ട്, അത് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഈ വനിതാ ജയിലുകളെക്കുറിച്ച്, വനിതാ ജയിലുകൾ ഒരു പ്രത്യേകം മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ വേറിട്ട് തന്നെ നിൽക്കുന്ന ഒരു സംവിധാനമാണല്ലോ. അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? കേരളത്തിൽ വനിതാ ജയിലുകൾ ഇപ്പോൾ നമുക്ക് 3 പ്രധാനപ്പെട്ട വനിതാ ജയിലുകളാണ് ഉള്ളത്. തിരുവനന്തപുരത്തും തൃശ്ശൂരും കണ്ണൂരും 3 വനിതാ ജയിലുകൾ പ്രവർത്തിക്കുന്നു. അതുകൂടാതെ വനിതകൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ജയിലും പ്രവർത്തിക്കുന്നു. അങ്ങനെ 4 വനിതകൾക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ടുള്ള സ്ഥാപനം എന്നുള്ള രീതിയിൽ 4 പ്രവർത്തിക്കുന്നു. മറ്റ് ജില്ലകളിൽ, അതായത് ഈ തിരുവനന്തപുരവും തൃശ്ശൂരും കണ്ണൂരും ഒഴിച്ചുള്ള ജില്ലകളിൽ ജില്ലാ ജയിലുകളിൽ വനിതകളെ പാർപ്പിച്ചു വരുന്നുണ്ട്. അത് പ്രത്യേകം ബ്ലോക്കുകളിലായിട്ടാണ്. കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വനിതാ തടവുകാരുടെ എണ്ണം വളരെ കുറവാണ്. 200-ന് താഴെയാണ് ആകെ സംസ്ഥാനത്താകെയുള്ള തടവുകാരുടെ എണ്ണം. അത് പൊതുവേ ഫീമെയിൽ ക്രിമിനാലിറ്റി കുറവാണ്. അതല്ലെങ്കിൽ അത്തരത്തിൽ റിമാൻഡ് ചെയ്യപ്പെടുന്ന തടവുകാരുടെ എണ്ണം കുറവാണ്. അതുപോലെ അവർക്ക് സ്ത്രീകളെന്നുള്ള രീതിയിൽ അവർക്ക് കിട്ടുന്ന ചില അല്ലെങ്കിൽ അവരുടെ കേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില പരിരക്ഷകളൊക്കെ കൊണ്ടാണ് തടവുകാരുടെ എണ്ണം കുറയുന്നത്. അപ്പം അങ്ങനെയുള്ള തടവുകാരുടെ ഈ 3 ജയിലുകളിൽ വനിതാ സൂപ്രണ്ടന്മാരുടെ നേതൃത്വത്തിൽ വനിതാ ജീവനക്കാർ, വനിതാ വെൽഫെയർ ഓഫീസർമാർ എല്ലാം വനിതകളായിട്ടുള്ള സ്ഥാപനങ്ങളാണ്. അവർ മാത്രമായിട്ട് സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. 3 വളരെ വിജയകരമായിട്ട് പ്രവർത്തിക്കുന്നു. കഴിഞ്ഞ 1990 മുതൽ കേരളത്തിലെ വനിതാ ജയിലുകൾ ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട്. ഒരെണ്ണമായിരുന്നു, അത് 3 എണ്ണമായി മാറി. അതുകൂടാതെ ഇന്ത്യയിൽ തന്നെ ഒരു സ്വതന്ത്ര ചുമതലയിൽ ഒരു ഓപ്പൺ ജയിൽ വനിതകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് കേരളത്തിലാണ്. അത് 12 പേരെ അല്ലെങ്കിൽ 13 തടവുകാരേ ഉള്ളൂ. എന്നാൽ പോലും അത് ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട്. തടവുകാരിൽ തന്നെ പരോൾ കിട്ടാത്ത ഒരു വിഭാഗമുണ്ട്. ഒരു വിഭാഗമല്ല, പല തരത്തിലുള്ള കേസുകളിൽ പ്രതികളായി പിന്നീട് കുറ്റവാളികളാക്കപ്പെട്ട് വന്ന ആളുകൾ. ദീർഘകാലമായിട്ട് പരോൾ കിട്ടാത്ത പല വിഭാഗത്തിൽപ്പെടുന്ന തടവുകാരുണ്ട്. ചില ഈ പ്രോപ്പർട്ടി ഒഫൻസസിൽ വരുന്ന തടവുകാർക്കൊന്നും മോഷണ കേസ് അല്ലെങ്കിൽ കവർച്ച കേസ് അത്തരത്തിലുള്ള ആൾക്കാർക്കൊന്നും പരോൾ ഇല്ലാത്തവരാണ്. അതുകൂടാതെ നാർക്കോട്ടിക് കേസുകളിൽ പെട്ടുവരുന്ന തടവുകാർക്കും നമ്മൾ പരോൾ കൊടുക്കാത്ത ഒരു വിഭാഗം തടവുകാരുണ്ട്. അതുപോലെ ഈ ലൈംഗിക കുറ്റങ്ങളിൽ പെട്ടുവരുന്ന തടവുകാർക്കും നമ്മൾ പരോൾ കൊടുക്കുന്നതിന് നമ്മൾ വലിയ താല്പര്യം കാണിക്കാത്ത ആൾക്കാരാണ്. അപ്പം അങ്ങനെ കുറച്ച് വിഭാഗത്തിലുള്ള തടവുകാർ ദീർഘകാലമായിട്ട് ജയിലിനുള്ളിൽ കഴിയുന്നവരുണ്ടാകും. അതുകൂടാതെ സാധാരണ തടവുകാരാണെങ്കിൽ പോലും, സാധാരണ തടവുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഷ്വൽ ഒഫൻഡേഴ്സ്, അവരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പോകാനൊരു വീടില്ലാത്തവർ, അല്ലെങ്കിൽ വെളിയിൽ പരോളിൽ ഇറങ്ങിയാൽ പരോളിന് വേണ്ട ജാമ്യം നൽകാൻ സാധിക്കാത്തവർ, അതിൽ കുടുംബ ബന്ധങ്ങൾ ശരിയല്ലാത്തവർ, സമൂഹത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകുമെന്ന് വിചാരിച്ച് പോലീസ് റിപ്പോർട്ട് അനുകൂലമല്ലാത്തവർ, അതുപോലെ പ്രൊബേഷൻ ഓഫീസറുടെ റിപ്പോർട്ട് അനുകൂലമല്ലാത്തവർ, അങ്ങനെയുള്ള കുറച്ച് പേർക്ക് പരോൾ കിട്ടാതെ ജയിലിനുള്ളിലുണ്ടാകും. ദീർഘകാലമായിട്ട് പുറത്തിറങ്ങാതെ കഴിഞ്ഞുകൂടുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ സ്ഥിതി നമ്മളുടെ ഈ കറക്ഷൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെടുത്തി ആലോചിക്കുമ്പോൾ ആ കറക്ഷൻ്റെ ഒരു ഘടകമാണ് അവരുടെ സാമൂഹികമായിട്ടുള്ള അവരെ സമൂഹം അക്സെപ്റ്റ് ചെയ്യുന്ന രീതി, അവരെ കുടുംബം അക്സെപ്റ്റ് ചെയ്യുന്ന രീതി.
അതും ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു മേഖല പ്രവർത്തിക്കാതിരുന്നാൽ അത് നമ്മൾ ആത്യന്തികമായിട്ട് കറക്ഷനെ സഹായിക്കാതെ വരും. സാധാരണക്കാർക്കുള്ള മറ്റൊരു സംശയമാണ് ജീവപര്യന്തം തടവ്. 14 വർഷം കഴിഞ്ഞാൽ ജീവപര്യന്തം തടവ് കഴിയുന്നവർക്ക് പുറത്തിറങ്ങാൻ കഴിയും എന്നൊരു ധാരണയുണ്ട്. എന്താണ് ശരിക്കും ഈ ജീവപര്യന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജീവപര്യന്തം എന്ന് പറയുന്നത് ജീവാവസാനം വരെ എന്ന് തന്നെയാണ്. അതിന് യാതൊരു തരത്തിലുള്ള അത് നിരന്തരമായിട്ട് കോടതികൾ അത് ക്ലാരിഫൈ ചെയ്ത് പറയാറുണ്ട്. ജീവിക്കുന്ന ലാസ്റ്റ് ബ്രത്ത് വരെ, അവസാന ശ്വാസം വരെയാണ് ശിക്ഷ. പക്ഷെ പിന്നീട് അത് നമ്മൾ 1-2 നടപടിക്രമങ്ങളിലൂടെ അവരുടെ റിലീസ് പരിഗണിക്കാൻ ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഏത് തടവുകാരൻ്റെ ഏത് ശിക്ഷയും, പ്രത്യേകിച്ച് വധശിക്ഷ ഒഴിച്ച് ബാക്കിയുള്ള ശിക്ഷകൾ പുനഃപരിശോധിക്കാനും ഇളവ് ചെയ്യാനുമുള്ള അധികാരം ഗവർണർക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഉണ്ട്. വധശിക്ഷാ പ്രതിയുടെ കാര്യത്തിനകത്ത് അത് സെൻട്രൽ ഗവൺമെൻറ്റിനും രാഷ്ട്രപതിക്കുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭരണഘടന അനുസൃതമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചാണ് ആ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ബാക്കിയുള്ള ഏത് തടവുകാരൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ലൈഫേഴ്സിൻ്റെ കാര്യത്തിൽ ഈ 14 വർഷത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 വർഷം കഴിയുമ്പോൾ ഇവരുടെ റിലീസ് സംബന്ധിച്ച് പരിശോധന നടത്താം എന്നുള്ള ഒരു ക്ലോസ് ഉണ്ട് നമ്മളുടെ നിയമങ്ങളിൽ, പ്രത്യേകിച്ച് ക്രിമിനൽ നടപടി നിയമങ്ങളിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 14 വർഷം എന്നുള്ളൊരു വിവക്ഷ വന്നത്. അങ്ങനൊരു 14 വർഷം എന്നൊന്നും ഇല്ല. 14 വർഷം ആയാൽ അവരുടെ കേസ് പരിഗണിക്കാം, വീണ്ടും അത് റിവ്യൂ ചെയ്യാം. ആ റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജയിലുകൾക്കൊരു സംവിധാനമുണ്ട്, അഡ്വൈസറി ബോർഡ് എന്ന് പറയുന്നൊരു സംവിധാനം. അഡ്വൈസറി ബോർഡിൻ്റെ മുമ്പാകെ 14 വർഷം പൂർത്തിയാക്കിയവരുടെ കേസ് പ്ലേസ് ചെയ്യും. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ അത് DGPയും സെഷൻസ് ജഡ്ജും അടങ്ങുന്ന മറ്റുള്ളവരൊക്കെ ഉൾപ്പെടുന്നൊരു കമ്മിറ്റിയാണ്. അവർ പരിഗണിച്ചതിന് ശേഷം വിടാവുന്നവരെ ശുപാർശ ചെയ്യും. ആ ശുപാർശ പ്രകാരം ഗവൺമെൻറ് അവരെ റിലീസ് ചെയ്യും. അതുകൊണ്ടാണ് ഈ 14 വർഷം എന്ന് പറയുന്നത്. പക്ഷേ 14 വർഷം കഴിഞ്ഞാൽ അവരുടെ കേസ് റിവ്യൂ ചെയ്യപ്പെടുന്നു എന്നുള്ളതേ ഉള്ളൂ. വിടണമെന്നില്ല, എന്നാൽ വിടുകയും ചെയ്യാം. തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് അത് സംബന്ധിച്ചുള്ള കുറേ മാനദണ്ഡങ്ങൾ ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാണ് തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള മാനദണ്ഡങ്ങൾ? അവരെ ഏത് തരത്തിലാണ് പരിഗണിക്കുന്നത്? തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകുന്നത് അവരുടെ സ്വഭാവത്തിൻ്റെയും ഏൽപ്പിക്കുന്ന ജോലി ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷയിളവ്. അത് ചില വകുപ്പുകൾ പ്രകാരം ശിക്ഷിക്കപ്പെട്ടവർക്ക് ശിക്ഷയിളവില്ല. എന്നാൽ മിക്കവാറുമുള്ള തടവുകാർക്കെല്ലാം ഈ ശിക്ഷയിളവ് നൽകാനുള്ള നിയമം ഉണ്ട് താനും. അപ്പോൾ ചട്ടപ്രകാരവും നിയമപ്രകാരവും തടവുകാരുടെ ശിക്ഷാ കാലയളവിനുള്ളിൽ അവർക്ക് കുറച്ച് ഇളവുകൾ നൽകുന്ന ഒരു രീതിയുണ്ട്. അത് ഏൽപ്പിക്കുന്ന ജോലി നന്നായി ചെയ്യുന്നു, അതുപോലെ തന്നെ അയാൾ നല്ല സ്വഭാവം, അയാൾക്ക് ശിക്ഷാ നടപടികളൊന്നും ഇല്ലാതെ ജയിലിനുള്ളിൽ അയാൾ നല്ല സ്വഭാവം സൂക്ഷിക്കുന്നു. ഈ 2 കാര്യങ്ങൾ പരിഗണിച്ചാണ് നമ്മൾ ശിക്ഷയിളവ് നൽകുന്നത്. അത് ജയിൽ നിയമപ്രകാരം ആകെയുള്ള ശിക്ഷയുടെ 1/3 വരെ അയാൾക്ക് ശിക്ഷയിളവ് നൽകാൻ വേണ്ടി സാധിക്കും. അത് ഇപ്പം 3 വർഷത്തേക്ക് ശിക്ഷിക്കപ്പെടുന്ന ഒരു തടവുകാരന് 2 വർഷം ശിക്ഷ പൂർത്തീകരിച്ചാൽ അയാൾ റിലീസ് ചെയ്യപ്പെടാം. അങ്ങനെ അത്രയും 1 വർഷം വരെ അയാൾക്ക്, 3 വർഷക്കാരന് 1 വർഷം വരെ, 1/3 വരെ അയാളുടെ ശിക്ഷയിൽ കുറവ് വരുത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് തടവുകാർക്ക് അവരുടെ നല്ല രീതിയിൽ ജയിലിനുള്ളിൽ പെരുമാറുകയും ഈ തിരുത്തൽ പ്രക്രിയയിൽ സജീവമായിട്ട് പങ്കാളികളാക്കാനും ഒക്കെ തടവുകാർക്കുള്ളൊരു പ്രചോദനമായിട്ടിത് മാറാറുണ്ട്. ഈ തുറന്ന ജയിലുകൾ എന്ന് പറഞ്ഞല്ലോ, എന്താണ് ഈ തുറന്ന ജയിലുകൾ എന്ന സംവിധാനം? തുറന്ന ജയിലുകളിൽ നമ്മളുടെ ഏറ്റവും മിനിമം സെക്യൂരിറ്റിയുള്ള ജയിലുകളാണ്. നമ്മൾ കേരളത്തിലാണെങ്കിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള 2 ഓപ്പൺ ജയിലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാർ ഡാമിനടുത്ത് നെട്ടുകാൽത്തേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓപ്പൺ ജയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് 1962 മുതൽ പൂർണ്ണ രീതിയിൽ പ്രവർത്തിക്കുന്ന ജയിലാണ്. അതുകൂടാതെ കാസർഗോഡ് ജില്ലയിൽ ചീമേനി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു പ്ലാന്റേഷനാണ്. ഇതും ഒരു പ്ലാന്റേഷനാണ്. ഇത് 400-450 ഏക്കർ സ്ഥലമുണ്ട്. മറ്റേത് 300ഓളം ഏക്കർ സ്ഥലമുള്ള ഒരു പ്ലാന്റേഷൻ. അവിടെ അതുപോലെ സ്ത്രീ തടവുകാർക്ക് വേണ്ടിയിട്ട് വേറെ തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ തന്നെ ഒരു ഓപ്പൺ ജയിൽ പ്രവർത്തിക്കും. മിനിമം സെക്യൂരിറ്റി ഉള്ളൂ. അത് തടവുകാർക്ക് സാധാരണ ജയിലുകൾക്കുള്ള ലോക്കപ്പ് അൺലോക്ക് രീതികൾ, മുറിക്കുള്ളിൽ പൂട്ടിയിടുന്ന അല്ലെങ്കിൽ പൂട്ടപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ നിയന്ത്രണം അങ്ങനെയൊന്നുമില്ല. അവർ വളരെ സ്വതന്ത്രമായിട്ട് താമസിക്കുന്നൊരു സ്ഥലമാണ്. അത്
പലതരത്തിലുള്ള പരിശോധനകൾക്ക് ശേഷം ഒരു സെലക്ഷൻ പ്രൊസീജിയറിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന തടവുകാരാണ് അവിടേക്ക് പോകുന്നത്. അതിന് പ്രത്യേകിച്ച് മതിലുകളില്ല, അതിർത്തികൾ മാത്രമേ നിശ്ചയിച്ചിട്ടുള്ളൂ. ഒരു സ്ഥലത്ത് അവർ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നത് പോലെ താമസിക്കുന്നു, കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു, അവർ ജോലി ചെയ്യുന്നു. സാധാരണയിൽ കൂടുതൽ വേജസ് അവിടെ ലഭിക്കും. അതുകൂടാതെ കൂടുതൽ പരോൾ അവർക്ക് ലഭിക്കും. സാധാരണ 60 ദിവസമാണ് തടവുകാർക്ക് ഒരു വർഷത്തിൽ പരോൾ ലഭിക്കുക. പക്ഷേ ഓപ്പൺ ജയിലിലെ തടവുകാർക്ക് 75 ദിവസം ലഭിക്കും. അതുകൂടാതെ അവരെ ജയിലിനുള്ളിലേക്ക് വരാനും പോകാനും ഒന്നും അവർക്ക് പ്രത്യേകിച്ചൊരു ജാമ്യക്കാരൻ്റെ ആവശ്യമില്ല. അവരെ തന്നെ അവരുടെ തന്നെ പരോളിനുള്ള കാലം എത്തിയാൽ ഒരു റിട്ടേൺ ഒരു അപേക്ഷ പരിഗണിച്ച് അവരെ പരോളിൽ ഡ്യൂ ഡേറ്റിൽ പരോളിൽ വിടും. അത് തിരിച്ചു വരുന്നു. അക്കാര്യത്തിലൊക്കെ വളരെ ലഘുവായിട്ടുള്ള രീതികൾ മാത്രമേ ഉള്ളൂ. തുറന്ന ജയിലിലേക്ക് തടവുകാരെ പ്രവേശിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിലേക്ക് തടവുകാരെ തിരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും മാനദണ്ഡങ്ങളുണ്ടോ? ഉണ്ട്. അത് ചില തടവുകാർക്ക് മാത്രമേ, അത് ചില വകുപ്പുകൾ അനുസരിച്ച് ശിക്ഷിക്കപ്പെട്ട തടവുകാരെ ഓപ്പൺ ജയിലിലേക്ക് നമ്മൾ അയക്കില്ല. ചില നിയന്ത്രണങ്ങളുണ്ട് അതിനകത്ത്. പ്രത്യേകിച്ച് ഇപ്പോൾ കവർച്ചയ്ക്ക് ഉള്ളത്, ബലാത്സംഗം ഉള്ളത്, അതുപോലെ തന്നെ സെക്ഷൽ ഒഫൻസസ് എന്തെങ്കിലുമൊക്കെ ഉള്ളവർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില വകുപ്പുകൾ അനുസരിച്ച് ശിക്ഷിക്കപ്പെട്ട തടവുകാരെ നമ്മൾ ഓപ്പൺ ജയിലിലേക്ക് സെലക്ട് ചെയ്യാറില്ല. മറിച്ച് ജയിലിനുള്ളിൽ വന്നതിന് ശേഷം, ഒരു ക്ലോസ്ഡ് പ്രിസണിൽ വന്നതിന് ശേഷം കുറച്ച് കാലം അവിടെ കഴിഞ്ഞ് അവരെ പരോളിൽ പോയി തുടങ്ങി അവരെക്കുറിച്ച് നല്ല റിപ്പോർട്ടാണ് ലഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഓപ്പൺ ജയിലിലേക്ക് അയക്കുന്നത്. അതൊരു സെലക്ഷൻ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി തിരഞ്ഞെടുക്കും. അവരുടെ ഫിറ്റ്നസ് പരിശോധിക്കും. അവരുടെ ജയിലിന് പുറത്തുള്ള അവരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നോക്കും. അങ്ങനെയൊക്കെ നോക്കിയതിന് ശേഷം ആണ് അവിടേക്ക് തിരഞ്ഞെടുത്തയക്കും. ഏറെ കുറ്റവാളികളുമായി ഇടപഴകിയുള്ള അനുഭവമുണ്ട്. കോടതികളാണ് അത്യധികമായി ഈ കുറ്റവാളികളാണെന്ന് കണ്ടെത്തുന്നതും ജയിലുകളിലേക്ക് ശിക്ഷയ്ക്കായി അയക്കുന്നതും. എങ്കിലും സാറിൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അനുഭവത്തിൽ അങ്ങനെയുള്ള ആരെങ്കിലും അവർ നിരപരാധികളാണ് എന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഒരിക്കലും നമ്മൾക്ക് ഒരു ശിക്ഷിക്കപ്പെട്ട ഒരു തടവുകാരൻ ജയിലിനുള്ളിൽ ശിക്ഷ അനുഭവിച്ചത് അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിരപരാധിയാണ് എന്ന് പറയുന്നത് ശരിയാവില്ല. എന്നാൽ പോലും നമുക്ക് അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ അടുക്കൽ നമ്മളോട് പറയുന്ന ചില കഥകൾ, അവരിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ചില സാഹചര്യങ്ങൾ, അതിൽ നിന്നൊക്കെ നമ്മൾ ചിലപ്പോഴൊക്കെ അത് തിരിച്ചറിയാറുണ്ട്. പ്രത്യേകിച്ച് പലപ്പോഴും ഈ മക്കളുടെ ചില തെറ്റുകൾ ഏറ്റെടുക്കുന്ന മാതാപിതാക്കൾ, അവരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു സ്വയം ഒരു നീതിപീഠത്തിൻ്റെ മുമ്പിൽ അവർ കുറ്റം ചെയ്തതായിട്ട് പറയുന്നവരാണ്. പക്ഷേ അത് പലപ്പോഴും അവരുടെ കുട്ടികളോടുള്ള സ്നേഹത്തിൻ്റെ, അല്ലെങ്കിൽ മാതൃസ്നേഹം, അതല്ലെങ്കിൽ പിതൃസ്നേഹം, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ശിക്ഷ ഏൽക്കുന്ന ചിലരുടെ കഥകളൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൂടാതെ തെറ്റിദ്ധരിക്കപ്പെട്ട് ആ കുറ്റത്തിൻ്റെ ഭാഗമായി പോയ ആൾക്കാർ അങ്ങനെയുണ്ട്. പിന്നെ പലപ്പോഴും രാഷ്ട്രീയ കേസുകളിലൊക്കെ പെടുന്ന ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും ചിലരിൽ നമുക്ക് ആ കുറ്റം അവർ പരിപൂർണമായിട്ട് അവർ ആ പ്ലാനിങ്ങിലോ അതല്ലെങ്കിൽ അതിൻ്റെ ഘട്ടത്തിലോ അതല്ലെങ്കിൽ ആക്ഷനിലോ ഒന്നും പങ്കെടുത്തു എന്ന് തോന്നാത്ത ചില ആൾക്കാർ അതായത് യഥാർത്ഥ പ്രതികൾക്ക് പകരം മറ്റൊരാളെ വിട്ടുകൊടുക്കുന്ന, എങ്ങനെ എന്തൊക്കെയായാലും അങ്ങനെയൊക്കെയുള്ള ചില കേസസ് എങ്കിലും നമ്മൾ കേൾക്കുകയും അനുഭവിക്കുകയും നമ്മൾ മനസ്സിലാക്കുകയൊക്കെ ചെയ്യാൻ ഇടവന്നിട്ടുണ്ട്. ചിലരുടെയൊക്കെ കാര്യത്തിൽ മനഃപൂർവ്വം ചിലർ സ്വയം ശിക്ഷ മുന്നോട്ട് വന്ന് ശിക്ഷ ഏറ്റുവാങ്ങിയ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാഹചര്യങ്ങൾ മൂലം കുറ്റവാളികളാക്കപ്പെടുന്ന ആളുകൾ, ഈ കിരീടത്തിലെ സേതുമാധവൻ എന്ന് പറയുന്ന കഥാപാത്രം, അത്തരത്തിലുള്ള ഒരുപാട് പേരുണ്ട്. ഒരു പ്രത്യേക അത് പലപ്പോഴും ആ ഒരു സിറ്റുവേഷൻ കുറ്റം ഉണ്ടാക്കുന്നു, ഒരു സാഹചര്യം കുറ്റം ഉണ്ടാക്കുന്നു. ഈ വ്യക്തി ആ കുറ്റത്തിൻ്റെ ഭാഗമായി പോവുകയും ചെയ്യുന്നു. ആ സാഹചര്യത്തിൽ അയാൾ അന്ന് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്ത് അയാൾ അവിടേക്ക് കയറിയില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ സമയത്ത് അയാളുടെ കയ്യിൽ ആ ആയുധം കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അതിനു മുമ്പ് വരെയും വളരെ സാധാരണമായിട്ടും വളരെ ഒരു ശരാശരിക്കാരനായിട്ടോ അല്ലെങ്കിൽ സാധാരണക്കാരനായിട്ടോ ജീവിച്ച ഒരാൾ
ആ ഒരു പ്രത്യേക സാഹചര്യം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കുരുക്കിൽ ചെന്ന് പെട്ടുപോകുന്ന അത് നമ്മൾ പലപ്പോഴും അവരെ നിരീക്ഷിച്ചതിൽ നിന്നും അവരുടെ കഥകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. പക്ഷെ ഇതിന് ശേഷം അവർ വളരെ നോർമലായിരിക്കും. ഈ സംഭവത്തിന് ശേഷവും ആ ഒരു ദുർബല നിമിഷം, പിടിവിട്ടു പോയൊരു നിമിഷം, കയ്യിൽ നിന്ന് പോയ ഒരു നിമിഷം, അത് നമ്മളും അങ്ങനെയൊക്കെ ചിലപ്പോൾ നമ്മളുടെയും ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലോ അല്ലെങ്കിൽ നമ്മളുടെ വികാരങ്ങൾ നമ്മളെ ഭരിക്കുന്ന ഒരു ഘട്ടത്തിലൊക്കെ നമ്മളിൽ നിന്നും അങ്ങനെയൊക്കെ വീഴ്ച വന്നു പോകാം, അല്ലെങ്കിൽ പോയിട്ടുണ്ടാകും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾക്ക് പോയി കൂടായികയില്ല. ഒരു കുട്ടിയെ ഒന്ന് അടിച്ചുപോയി, ചിലപ്പോൾ അത് ഒരു എക്സസൈസായിട്ടായിപ്പോയാൽ ചിലപ്പോൾ കുട്ടിയോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, വലിയ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും പക്ഷേ സംഭവിച്ചു പോകാം. ഭാര്യയെ പിടിച്ചു മാറ്റിയാൽ അല്ലെങ്കിൽ പിടിച്ചൊന്ന് തള്ളിയാൽ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് ചെയ്തു പോകുന്നതാണ്, അവരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ആ സമയത്ത് സംഭവിച്ചു പോകും. ഇങ്ങനെയൊക്കെ പറ്റിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ ഒന്ന് തട്ടി വീണു പോയിട്ട് അങ്ങനെ സംഭവിച്ചു പോയത്, അങ്ങനെയൊക്കെ ഒരുപാട്. പിന്നെ പലപ്പോഴും മദ്യം അത് കുറ്റകൃത്യത്തിനിടയാക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മദ്യം ഒരു വലിയ ലഹരി, അത് പലപ്പോഴും ഒരുപാട് കുറ്റവാളികളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിപ്പോഴും നമ്മളുടെ ചെറുപ്പക്കാരായിട്ടുള്ള ഒരുപാട് പേരെ ജയിലിനുള്ളിലേക്ക് എത്തിക്കുന്നതിൽ ലഹരിക്കൊരു വലിയ പങ്കുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം മൂലം കുറ്റവാളികളാക്കപ്പെട്ട് പിന്നീട് ഈ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുള്ള ആളുകളുടെ ഒരു ഭാവി അതെങ്ങനെയാണ്? തടവുകാരുടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ, അതായത് 2011 കാലഘട്ടത്തിൽ നമ്മൾ കുറേ അന്തേവാസികൾ, കുറേ തടവുകാരെ റിലീസ് ചെയ്ത ഒരു ഘട്ടമുണ്ട്. 2009, 10, 11 കാലഘട്ടങ്ങളിലായിട്ട്. പക്ഷെ അന്നത്തെ സർക്കാർ ആ തടവുകാരെ റിലീസ് ചെയ്തതിൻ്റെ നടപടിക്രമങ്ങൾ പരിപൂർണമായിട്ട് പാലിച്ചുകൊണ്ടല്ല അവരെ റിലീസ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഹൈക്കോടതി അത് പുനഃപരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് കുറച്ച് നീണ്ടു. അതിന് കേസ് വന്നു, തടവുകാരെ ഇങ്ങനെ റിലീസ് ചെയ്തതിനെതിരായിട്ടുള്ള ചില കേസസ് വന്നു. അത് കോടതി പരിശോധിച്ചു. അതിൻ്റെ വിവിധ കുറേ കാലം കോടതിയിൽ ആ കാര്യങ്ങളൊക്കെ നീണ്ടു വന്നു. അവസാനം കോടതി അവരുടെ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം അവരെ വേറെ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ട് കോടതി തന്നെ നിർദ്ദേശിച്ചതിൻ്റെ ഭാഗമായി നമ്മൾ കുറേ തടവുകാരെ അങ്ങനെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത്തരത്തിലുള്ള അന്ന് റിലീസ് ചെയ്യപ്പെട്ട 2011 റിലീസ് ചെയ്യപ്പെട്ട തടവുകാർ, അവരിൽ കുറച്ച് പേര് മരിച്ചുപോയി, കുറച്ച് പേര് ആ സ്ഥലത്ത് നിന്ന് വിട്ടുപോയി. അവർ വേറെ സ്ഥലങ്ങളിൽ നമുക്ക് അവരുടെ വിവരങ്ങൾ കിട്ടിയില്ല, എങ്ങനെയാണ് അവർ താമസിക്കുന്നത് എന്നുള്ളതിന്. 1-2 പേരൊഴിച്ച് ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200ഓളം തടവുകാർ റിലീസ് ചെയ്യപ്പെട്ടത് പരിശോധിച്ചപ്പോൾ അതിൽ 1-2 പേരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം സാധാരണ ജീവിതം നയിക്കുന്നവരാണ്. സാധാരണ പോലെ അവർ സമൂഹത്തിൽ ജീവിക്കുന്നു, അവർ അന്തസ്സായിട്ട് ജീവിക്കുന്നു, അവരുടെ കുടുംബത്തെ സംരക്ഷിച്ച് ജീവിക്കുന്നു, അച്ഛനായിട്ടും മകനായിട്ടും സഹോദരനായിട്ടും ഒക്കെ നന്നായി പെരുമാറി ജീവിക്കുന്നു. അവരുടെ ഈ ജയിലിന് പുറത്തുള്ള അവരുടെ ജീവിതം ആശാവഹമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായിട്ട് ജീവിതം നയിച്ചു പോരുന്നവരാണ് ഭൂരിപക്ഷം പേരും. വളരെ അപൂർവം പേരേ ഉള്ളൂ ജോലി കണ്ടെത്താൻ വേണ്ടി കഴിയാത്തവർ, അല്ലെങ്കിൽ കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങളുണ്ടായവർ, അതല്ലാതെ വീണ്ടും ഈ തെറ്റിലേക്ക് തിരിച്ചു വന്നവർ 1-2 പേര്. ബാക്കിയുള്ളവരെല്ലാം നോർമലായിട്ട് ജീവിക്കുന്നു. ഇത് അടുത്ത സമയത്ത് കോടതി വിധി മൂലം നമുക്ക് പഠിക്കേണ്ടി വന്നപ്പോൾ നമ്മൾ നടത്തിയ ഒരു പഠനത്തിൻ്റെ ഒരു റിവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടിയൊരു ഫീഡ്ബാക്കാണ്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ വലിയൊരു റിസൾട്ടായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. ജയിലിനുള്ളിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഇവരുടെ ഭാവി സുഭദ്രമാക്കുന്നതിന് വേണ്ടിയുള്ള കുറേയേറെ പദ്ധതികളുണ്ട്. ഇപ്പോൾ ജയിലിനുള്ളിലെ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്, പിന്നെ പഠിക്കാനുള്ള അവസരങ്ങൾ, ഇതൊക്കെ പ്രയോജനപ്പെടുത്തുന്നവരുണ്ട്. എത്രമാത്രം ആളുകളുണ്ട്? വലിയ രീതിയിലുണ്ട്. അത് ഒന്ന്, ജയിലിനുള്ളിൽ ഒരുപാട് വൈവിധ്യമാർന്ന ഒരുപാട് തൊഴിൽ പരിശീലനം നടക്കുന്നുണ്ട്, പരിചയപ്പെടുത്തലുകൾ നടക്കുന്നുണ്ട്. അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് തടവുകാരുണ്ട്, അവർ നന്നായിട്ടത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ഏതെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ആത്മവിശ്വാസം നൽകാൻ വേണ്ടിയിട്ടുമാണ്. അത് തൊഴിലിൻ്റെ പരിശീലനത്തിനും അപ്പുറത്ത് എനിക്ക് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസം നൽകുക എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് നൽകാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് ലോങ് ടേമായിട്ട് അവരുടെ
അവർക്ക് പരിചയമുള്ള ജോലികൾ തന്നെ അവരെ ഏൽപ്പിക്കുന്നുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള പരിശീലനത്തിലുള്ളൊരു പുതിയ തൊഴിൽ പരിശീലിക്കാനുള്ള താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ അതിനുള്ള നൈപുണ്യമില്ലായ്മ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സാധാരണമായിട്ടുള്ള ചില കൃഷിപ്പണി പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നെയ്ത്ത് പോലെയുള്ള കാര്യങ്ങൾ, അതല്ലെങ്കിൽ ബ്ലാക്ക് സ്മിത്തി പോലെയുള്ളതോ കാർപ്പൻട്രി പോലെയുള്ള കാര്യങ്ങൾ, ടൈലറിങ് പോലെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഇത്തരത്തിലുള്ള പരമ്പരാഗതമായിട്ട് ജയിലുകളിൽ നടത്തി വരുന്ന ചില തൊഴിൽ പരിശീലനങ്ങളുണ്ട്. അത് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു തൊഴിൽ ചെയ്യണം എന്നുള്ളത് കൊണ്ട് അവരേതെങ്കിലും ഒരു തൊഴിലിൽ ഇടപെടുകയും ആ തൊഴിലിൽ പ്രാവർത്തികമായിട്ട് എടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഈ ഫുഡ് മേക്കിംഗ് എന്ന് പറയുന്നതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ആധുനികമായിട്ടുള്ള ചില പാഠങ്ങളും അവർ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു കാറ്ററിംഗ് സംവിധാനം നടത്തേണ്ടത്, എങ്ങനെയാണ് ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് നടത്തേണ്ടത്, എങ്ങനെയാണ് ഒരു തട്ടുകട പോലും ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുക, ആൾക്കാർക്ക് ഡിമാൻഡുള്ള ഫുഡ് എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ അതെങ്ങനെ എളുപ്പത്തിലുണ്ടാക്കാൻ സാധിക്കും, ചെറിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ചെറിയ മുടക്കുമുതൽ എങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നൊക്കെ അവർക്കിപ്പോൾ പഠിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ ഇതിന് വ്യത്യസ്തമായിട്ടുള്ള കുറേ തൊഴിലുകൾ അല്ലാതെ തന്നെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. ചെറിയ ചെറിയ കോഴ്സസ്, 45 ഡേയ്സ്, അതല്ലെങ്കിൽ പിന്നെ 2 മന്ത്സ്, അതല്ലെങ്കിൽ 3 മന്ത്സ് ഒക്കെ ഉള്ള ഒരുപാട് തൊഴിൽ പരിശീലനം വ്യത്യസ്തമായിട്ടുള്ള ഏജൻസികളുടെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. പ്ലംബിങ്, ഇലക്ട്രിക്കൽ, അതുപോലെ തന്നെ ഈ ഡൊമസ്റ്റിക് യുട്ടൻസിൽസിൻ്റെയൊക്കെ റിപ്പയറിങ്, അതിന് ഫാൻ വൈൻഡിങ്, മോട്ടോർ വൈൻഡിങ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ജോലികൾ. അത് കൂടാതെ അവരെ സംബന്ധിച്ചിടത്തോളം ഫോർമലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അതിനുള്ള സാഹചര്യമുണ്ട്. സാക്ഷരതാ ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് സാക്ഷരതാ മിഷൻ്റേതായിട്ടുള്ള ക്ലാസ്സുകൾ, തുല്യതാ പരീക്ഷകൾ ജയിലിനുള്ളിൽ നടക്കുന്നുണ്ട്. +2 പഠിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്നവർ, പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള പ്രത്യേകിച്ച് ഇപ്പോൾ LLB പോലെയുള്ള കാര്യങ്ങൾക്ക് പഠിക്കുന്നവരുണ്ട്. പുറത്ത് പോകാതെ വിദൂര വിദ്യാഭ്യാസം മൂലമൊക്കെയുള്ള പഠനത്തിന് പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരുപാട് ഇഗ്നോയുടെ കോഴ്സസ് പലതും ജയിലിനുള്ളിൽ നടക്കുന്നുണ്ട്. കേരള യൂണിവേഴ്സിറ്റി വിദൂര വിദ്യാഭ്യാസ വിഭാഗം ജയിലിനെ ഒരു കേന്ദ്രമായിട്ട് കണക്കാക്കി, തിരുവനന്തപുരം സെൻട്രൽ ജയിലിനെ അങ്ങനെ കണക്കാക്കി അവർക്ക് പരിശീലനം നൽകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസ പദ്ധതികൾ ജയിലിനുള്ളിൽ നടക്കുന്നുണ്ട്. അത് കുറച്ച് തടവുകാർ നന്നായി പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ജയിലിൽ തടവുകാരെ സന്ദർശിക്കാൻ വരുന്ന ആളുകളുണ്ട്, ബന്ധുക്കളുണ്ട്. ഈ സന്ദർശകരെ അനുവദിക്കുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ അതൊക്കെയാണ്. സന്ദർശകർ സാധാരണ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇതാണ്, അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസേഴ്സ്, ഇങ്ങനെ 3 തരത്തിലുള്ള വിസിറ്റാണ് നമ്മൾ സാധാരണ ജയിലിനുള്ളിൽ അനുവദിക്കുന്നത്. അതിൽ ബന്ധുക്കൾ വന്നു കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു തവണ, അതല്ലെങ്കിൽ ഒന്നിലധികം തവണ സൂപ്രണ്ട് ഒരു ഡിസ്ക്രിപ്ഷൻ അതിനനുസരിച്ച് അനുവദിക്കാറുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ കാര്യം അങ്ങനെയാണ്. അത്തരത്തിലുള്ള ലീഗൽ അഡ്വൈസർ ഏത് സമയത്ത് വേണമെങ്കിലും ഒരു വക്കീൽ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ഒരാൾക്ക് ഒരു കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്, ഒരു അന്തേവാസിയെ കാണുന്നതിന് വേണ്ടിയിട്ട് ലീഗൽ അഡ്വൈസർക്ക് പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും പറയാറില്ല. സമയത്ത് വക്കാലത്തൊപ്പിട്ടിരിക്കുന്ന വക്കീലിന് അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതിന് തടസ്സമില്ല. അപ്പം അങ്ങനെ അവരുമായിട്ട്, കുടുംബങ്ങളുമായിട്ടുള്ള ബന്ധം വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും സാധാരണ നിലയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം, കൂട്ടുകാരിലൂടെ സമൂഹമായിട്ടുള്ള ബന്ധം നന്നാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം എന്നുള്ള രീതിയിൽ അതിനെ കാണാറുണ്ട്. അതിന് നിയമപരമായിട്ട് ഇതിന് ആഴ്ചയിൽ ഒരു ദിവസമെന്നോ 15 ദിവസം കൊണ്ടിരിക്കുന്നുണ്ട് ഒരു തവണയെന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഞങ്ങളുടെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും സ്ഥാപന മേധാവികളും ഒക്കെ അത് നല്ല രീതിയിൽ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാറ്. ഒന്നിലേറെ ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരുടെ കീഴിൽ പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഓരോ മന്ത്രിമാർ വരുമ്പോഴും, ഓരോ സർക്കാരുകൾ വരുമ്പോഴും ജയിലിലെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, അല്ലെങ്കിൽ കുറേയേറെ തീരുമാനങ്ങൾ പുതിയതായിട്ടുണ്ടാകും. ഇങ്ങനെയുള്ള തീരുമാനങ്ങളിൽ മെച്ചപ്പെട്ടതെന്ന് തോന്നിയത് ഏതൊക്കെയാണ്? വ്യത്യസ്തരായിട്ടുള്ള ഒരുപാട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിമാരാണ് പലപ്പോഴും ആഭ്യന്തര വകുപ്പോട് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരുണ്ടായിരുന്നത് ഒന്ന് കോടിയേരി ബാലകൃഷ്ണൻ സാർ, അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ, അതുപോലെ രമേശ് ചെന്നിത്തല സാർ, അവരെ പോലെയുള്ള ആൾക്കാരൊക്കെ ആഭ്യന്തരമന്ത്രിമാർ എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. ഇവരൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ സർവീസിലുണ്ടായിരുന്ന ആളുകളാണ്. ഏത് സമയത്തും ഏതെങ്കിലും ഒരു പ്രത്യേക സമയം എന്നുള്ളത് കണക്കാക്കിയല്ല, എന്നാലും ഏത് സമയത്തും ഏറ്റവും ഭംഗിയായിട്ട് ജയിൽ വകുപ്പിൻ്റെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുള്ളവരാണ് എല്ലാ ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരും. അതിൽ പ്രധാനമായിട്ട് എനിക്ക്
എടുത്തു പറയാൻ വേണ്ടി സാധിക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഈ ജയിൽ നിയമം മാറ്റി എഴുതി പുതിയ നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തത് കോടിയേരി ബാലകൃഷ്ണൻ സാറ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത്. അത് ഒരു വലിയ വിപ്ലവകരമായിട്ടുള്ള കാര്യമാണ്. 2010 കേരളത്തിലെ ജയിൽ നിയമങ്ങൾ പഴയ, അതായത് ഒരു നൂറ്റാണ്ട് പിന്നിലുള്ള നിയമങ്ങൾ മാറ്റിയിട്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നതും അത് വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു ജയിൽ നിയമമായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള അത് രൂപപ്പെടുത്തുന്നത്, അതിൻ്റെ ഡ്രാഫ്റ്റിംഗ്, അതിൻ്റെ ഡിസ്കഷൻസ്, അത്തരം കാര്യങ്ങളിലെല്ലാം അദ്ദേഹം വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ട്. ജയിലിനുള്ളിൽ തടവുകാർക്ക് പുറത്തുള്ള ആൾക്കാരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിൻ്റെ കാലത്താണ് തടവുകാർക്ക് ഫോൺ സൗകര്യം ഏർപ്പെടുത്തുന്നത്. വെളിയിലേക്ക് അവരുടെ ബന്ധുക്കളെ, സുഹൃത്തുക്കളെ അല്ലെങ്കിൽ അഡ്വക്കേറ്റ്സിനെ ഫോൺ മുഖാന്തരം വിളിച്ച് സംസാരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ ആരംഭിക്കുകയായിരുന്നു. അത്തരം കാര്യങ്ങൾ ചെയ്തത് ആ സമയത്താണ്. അതുപോലെ പിന്നെ റിലീസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ രമേശ് ചെന്നിത്തല സാറ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം താല്പര്യം കാണിച്ചു. വളരെ കുറഞ്ഞൊരു കാലയളവേ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 7-8 വർഷക്കാലമായിട്ട് മുഖ്യമന്ത്രി തന്നെയാണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 7-8 വർഷക്കാലം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാലും വലിയ മാറ്റം ഉണ്ടാകുന്ന തീരുമാനമാണ്. ഒന്ന്, വീഡിയോ കോൺഫറൻസിങ് വഴി കോടതിയിൽ തടവുകാരെ ഹാജരാക്കുന്ന സൗകര്യം ജയിലിനുള്ളിലും കോടതികളിലും വരുന്ന സാഹചര്യം ഉണ്ടാക്കി. അതൊരു വലിയൊരു അച്ചീവ്മെൻ്റായിട്ട് കണക്കാക്കാൻ പറ്റുന്നത്. അതിന് മുമ്പ് 2014 നമ്മളുടെ റൂൾസ്, ചട്ടങ്ങൾ രൂപീകരിച്ചതുകൊണ്ട് അത് ആ സമയത്തും എനിക്ക് തോന്നുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ ആയിരിക്കുന്ന സമയത്താണ് അത്തരം കാര്യങ്ങളുണ്ടായത്. അപ്പോൾ ഇവരെല്ലാം ഈ കാര്യങ്ങൾ, ജയിലിലെ കാര്യങ്ങൾ പൊതുവെ ശ്രദ്ധിക്കുന്നൊരവസ്ഥയുണ്ട്. പക്ഷേ റിസോഴ്സസ് ആവശ്യത്തിന് ജയിലിന് ഫണ്ട് ലഭ്യമാകുക, അല്ലെങ്കിൽ ജയിലിൻ്റെ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് വിഹിതം ഉണ്ടാകുക എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു പരാതിയും ഉണ്ട്. അത് പൊതുവേ ഉള്ള ഒരു സമൂഹത്തിൻ്റെ, നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ജയിലിലെ തടവുകാർക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്ര സൗകര്യം ഉണ്ടാക്കുന്നത് എന്നുള്ള ചിന്ത പൊതു മാനദണ്ഡം അല്ലെങ്കിൽ പൊതു സമൂഹത്തിൽ നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതൊരു മാനദണ്ഡമായിട്ട് ചിലപ്പോഴൊക്കെ വരുന്നത് കൊണ്ടുകൂടി ആവാം. ചിലപ്പോഴൊക്കെ അതിന് പ്രയോറിറ്റൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അഡ്വൈസറി കമ്മിറ്റിക്ക് ഇത്തരം കാര്യങ്ങളിലുള്ള പരാതികൾ ശേഖരിക്കാം. ഒരു തരത്തിലുള്ള നിർദ്ദേശവും അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കാനോ പാടില്ല. അത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് ഈ കമ്മിറ്റി കൂടുമ്പോൾ അവിടെ അവതരിപ്പിക്കുകയോ അല്ലെങ്കിൽ റിപ്പോർട്ടായിട്ട് അത് ജയിൽ DGPക്ക് സമർപ്പിക്കുകയോ ചെയ്യണം. മറ്റ് സംസ്ഥാനങ്ങളിലെ ജയിലുകളൊക്കെ സന്ദർശിച്ചിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ആ ജയിലുകളും നമ്മുടെ കേരളത്തിലെ ജയിലുകളും ഈ ജയിലുകളിൽ നടക്കുന്ന കാര്യങ്ങളും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം സാറിൻ്റെ ഒരു നിരീക്ഷണത്തിൽ എന്താണ്? നമ്മുടെ ജയിൽ സംവിധാനം ഇന്ത്യയിലാകമാനം എടുത്ത് പരിശോധിക്കുന്നുണ്ടെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജയിലുകൾ സാമാന്യം ഭേദപ്പെട്ട അവസ്ഥയിൽ പ്രവർത്തിക്കുന്നവയാണ്. അത് പ്രത്യേകിച്ച് ഇപ്പോൾ തമിഴ്നാട്, തെലുങ്കാന, ആന്ധ്രാപ്രദേശ്, കേരളം, ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിലെയൊക്കെ ജയിലുകൾ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജയിലുകളെ അപേക്ഷിച്ച് കൂടുതൽ ഭംഗിയായി പ്രവർത്തിക്കുന്ന ജയിലുകളാണ്. അത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജയിലുകളിൽ ഡൽഹി, അതുപോലെ തന്നെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, അത്തരത്തിലുള്ള ജയിലുകളിൽ ഒക്കെ സന്ദർശിക്കുകയും അവിടുത്തെ കാര്യങ്ങൾ, വെസ്റ്റ് ബംഗാൾ, അങ്ങനെയുള്ള ജയിലുകളൊക്കെ ഞാൻ പോയിട്ടും കണ്ടിട്ടൊക്കെ ഉണ്ട്, പരിശോധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്, മധ്യപ്രദേശ്. പക്ഷേ ആ ജയിലുകളിലേക്കാൾ ഒക്കെ കുറേ കൂടി മെച്ചപ്പെട്ട സംവിധാനങ്ങൾ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജയിലുകൾക്കുണ്ട്. കുറച്ചുകൂടെ സൗകര്യം കൂടുതലുണ്ട്. ഇപ്പം നമ്മൾ നോർത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ജയിലുകൾ തിഹാർ ജയിലുകൾ. തിഹാർ ജയിലുകൾ എന്ന് പറയുന്നത് ഒരു വലിയ സെൻട്രൽ ജയിലുകളുടെ ഒരു കോംപ്ലക്സാണ്. കുറേ സെൻട്രൽ ജയിലുകളുണ്ട്. ജയിൽ 1, ജയിൽ 2, ജയിൽ 3 എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലവർ ഈ മാറ്റം നിർവഹിക്കുന്നതായിട്ട് നമ്മളെ അറിയിക്കുന്നതും മീഡിയയെയും അതുപോലെ തന്നെ സോഷ്യൽ വർക്കേഴ്സിനെയും ഒക്കെ അനുവദിക്കുന്നതായിട്ടുള്ള ജയിലുകൾ 1-2 എണ്ണേ ഉള്ളൂ. ബാക്കിയുള്ള ജയിലുകളുടെ സ്ഥിതി നമുക്ക് അറിയില്ല. ആ ജയിലുകൾ നമ്മൾ സന്ദർശിക്കുമ്പോൾ അവിടെ കുറേ കാര്യങ്ങളൊക്കെ, ഈ ഫുഡ് മേക്കിംഗ് യൂണിറ്റുകളൊക്കെ നന്നായി പ്രവർത്തിക്കുന്നുണ്ട് തിഹാർ ജയിലുകളിൽ. പക്ഷേ
ആ ജയിലുകളിനകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കാളൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ദക്ഷിണ ജയിലുകളിലുണ്ട്, ദക്ഷിണ സംസ്ഥാനങ്ങളിലെ ജയിലുകളിലുണ്ട്. ആ ദക്ഷിണ സംസ്ഥാനങ്ങളിലെ ജയിലുകളിൽ ഏറ്റവും മെച്ചപ്പെട്ട ജയിലുകൾ കേരളത്തിലെ ജയിലുകൾ. അത് ഒരു സമൂഹത്തിൻ്റെ സ്വഭാവമാണ് ജയിലുകളിൽ പ്രതിഫലിക്കുന്നത്. അപ്പം കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ മെച്ചപ്പെട്ട സംസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് ആ മാറ്റം ജയിലുകളിലും പ്രതിഫലിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ചികിത്സാ സൗകര്യങ്ങൾ നൽകുന്നതിൻ്റെ കാര്യത്തിൽ, മറ്റ് അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ കാര്യത്തിൽ, തടവുകാരുടെ വേതനത്തിൻ്റെ കാര്യത്തിൽ, അവർക്ക് നൽകുന്ന തൊഴിൽ പരിശീലനത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ കാര്യത്തിൽ, ഇതിനകത്തൊക്കെയും നമ്മളുടെ ജയിലുകൾ മറ്റ് ജയിലുകളെ അപേക്ഷിച്ച് കുറച്ച് മെച്ചപ്പെട്ട സാഹചര്യമുണ്ട്. അതിന് യാതൊരു സംശയമില്ല. നമ്മൾ ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും രൂപീകരണം, അതിൻ്റെ നിർവഹണം എല്ലാം നമ്മൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോഴും പഴയ ബ്രിട്ടീഷ് കാലത്തെ പല ചട്ടങ്ങളും ഇപ്പോഴും നമ്മുടെ ജയിൽ നിയമങ്ങളിൽ നിലവിലുണ്ട്. ഇത്തരം രീതികളെ മാറ്റി വേറൊരു തരത്തിലേക്ക് മാറ്റണം എന്നൊരു ആശയം സാറിന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും നമ്മുടെ ജയിലുകൾ ഇനിയും മാറണം. ഇപ്പോഴും നടന്നിട്ടുള്ള മാറ്റങ്ങൾ, കഴിഞ്ഞ ഒരു 30 വർഷത്തിനുള്ളിൽ ജയിലിൽ നടന്ന മാറ്റങ്ങൾ വളരെ വേഗതയിൽ നടന്ന മാറ്റങ്ങളാണ്. സാമാന്യേന ജയിലുകളിൽ മാറ്റങ്ങൾ പൊതുവെ വളരെ സാവധാനമാണ്. പക്ഷേ കഴിഞ്ഞ 30 വർഷത്തിനിടയ്ക്ക് കുറേ മാറ്റങ്ങൾ നമ്മളുടെ ജയിലുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയും മാറണം എന്നുള്ളത് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ ശിക്ഷാ തടവുകാർക്കും ഈ ശിക്ഷിക്കപ്പെടാത്ത ജയിലിനുള്ളിൽ വിചാരണയോ റിമാൻഡോ ആയിട്ട് കഴിയുന്ന തടവുകാർക്കും തമ്മിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ കറക്ഷൻ്റെ എല്ലാ ആസ്പെക്റ്റും, കറക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും അത് ശിക്ഷാ തടവുകാർക്ക് മേൽ നടപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ജയിലുകളിൽ ഉണ്ടാവണം. ശിക്ഷാ തടവുകാർ, റിമാൻഡ് തടവുകാരും അതുപോലെ തന്നെ വിചാരണ തടവുകാരും ഒരിക്കലും ഒരു കുറ്റം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളവരല്ല എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണ പൗരന്മാരെ പോലെ അവരെ പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും വേണം. വളരെ സാധാരണമായിട്ട് അവരുടെ പുറത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്ത, ഒരു നിയന്ത്രണങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥ നമുക്ക് അവിടെ ഉണ്ടാവണം. ശിക്ഷിക്കപ്പെട്ട തടവുകാരുടെ പുറത്ത് കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു തിരുത്തൽ സംവിധാനങ്ങൾ നടപ്പാക്കാൻ നമുക്ക് സാധിക്കുകയും വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളുടെ സമൂഹത്തിൻ്റെ ഏതെല്ലാം സൗകര്യങ്ങൾ സാധാരണ പൗരൻ അനുഭവിക്കുന്നു, ആ സൗകര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള തടവുകാർക്ക് നൽകാനാവുന്ന, എന്നാൽ അവരിൽ എന്താണോ നമ്മൾ നിയന്ത്രിക്കുന്നത് ആ നിയന്ത്രണം മാത്രം നിലനിർത്തുന്ന സാഹചര്യം ഉണ്ടാകുകയും വേണം. തടവുകാരുടെ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് നമ്മളെ ഉദ്യോഗസ്ഥരുടെ മാത്രം ഒരു ചുമതലയല്ല. സീനിയർ ആയിട്ടുള്ള തടവുകാരെയും അതിന് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ഒരു ഹയറാർക്കി എങ്ങനെയാണ് ജയിലിനുള്ളിൽ നമ്മളുടെ യൂണിഫോംഡ് ആയിട്ടുള്ള ജീവനക്കാരാണ് യഥാർത്ഥത്തിൽ ജയിലിനുള്ളിലെ സേഫ് കസ്റ്റഡി എന്ന് പറയുന്ന അവസ്ഥ, സെക്യൂരിറ്റി, ഈ 2 കാര്യങ്ങൾ അവരാണ് നിർവഹിക്കുന്നത്. അത് തടവുകാർ എന്ന് പറയുന്നത് സേഫായിട്ടുള്ള കസ്റ്റഡിയിലായിരിക്കുക എന്നുള്ളതും അവരുടെ അതിനാവശ്യമായിട്ടുള്ള സുരക്ഷാ ചുമതലകൾ നിർവഹിക്കുക എന്ന് പറയുന്നതും ഈ ജീവനക്കാരാണ്. ആ ജീവനക്കാരെ സഹായിക്കുന്നത് പലപ്പോഴും ദീർഘകാലമായിട്ട് ജയിലിനുള്ളിൽ കഴിയുന്ന തടവുകാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന കുറച്ച് തടവുകാരെ അതിന് നമ്മൾ സഹായത്തിന് വേണ്ടിയിട്ട് പ്രിസണിലെ ജയിൽ ഓവർസിയേഴ്സായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കണക്കാക്കുന്ന കുറച്ച് തടവുകാർ, അവർ ഒരു കൂട്ടം തടവുകാരെ നമ്മൾ വെളിയിലത്തെ ജോലികൾക്ക് ഇറക്കുന്നു. അപ്പോൾ ഒരു കൂട്ടം തടവുകാരെ നമ്മൾ ജോലിയിലേക്ക് ഇറക്കുമ്പോൾ 10 പേരടങ്ങുന്നതോ അങ്ങനെയുള്ളൊരു ഗ്യാങ്ങായിട്ടാണ് ഇറക്കുന്നത്. അപ്പോൾ 10 പേരുടെ ചുമതല ഒരു ജീവനക്കാരനാണ്. ആ ജീവനക്കാരനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സീനിയർ തടവുകാരനെ, നമ്മൾ വിശ്വസ്തനായിട്ടുള്ള ഒരു സീനിയർ തടവുകാരനെ കൂടി നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ ഓരോ ബ്ലോക്കുകളുടെ ചുമതല, അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ജയിലിനുള്ളിൽ നടക്കുന്ന, ഇപ്പോൾ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിനകത്ത് അതിനുള്ള ക്ലീനിങ്, അതുപോലെ തന്നെ മറ്റ് രോഗികളായിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്ന തടവുകാർക്ക് പരിചരണം നൽകുന്ന തടവുകാരുടെ ഒരു നിയന്ത്രണം അല്ലെങ്കിൽ അവരുടെ ഒരു സൂപ്പർവിഷൻ അങ്ങനെ നടത്തുന്നതിന് പ്രധാനപ്പെട്ട, അങ്ങനെ ഓരോ സെക്ഷനിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു സീനിയർ തടവുകാരനെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചുമതലപ്പെടുത്താറുണ്ട്. അയാൾക്ക് ആ ചുമതലയാണ് നൽകുന്നത്. അത് ഒന്നുകിൽ ആ ജോലിയിലുള്ള പ്രാവീണ്യം കണക്കാക്കും, 2 കൂടുതൽ കാലം ജയിലിനുള്ളിൽ കഴിഞ്ഞു എന്നുള്ളത് കണക്കാക്കും, ഏൽപ്പിക്കുന്ന ജോലികൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലീഡർഷിപ്പ് സ്വഭാവമുണ്ട് എന്നുള്ളത് കണക്കാക്കും. ഇതെല്ലാം കണക്കാക്കിയിട്ടാണ്
അയാളെ ആ ജോലി ഏൽപ്പിക്കുന്നു. മേസ്തിരിമാർ. മേസ്തിരിമാർ എന്ന് നമ്മൾ പറയുന്ന ആൾക്ക്. വധശിക്ഷയെക്കുറിച്ചാണ്. ഇപ്പോൾ അങ്ങനെ ഒരു അനുഭവം സാറിന് ഉണ്ടായിട്ടുണ്ടോ? വധശിക്ഷ നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ഈ സമീപകാലത്തൊരു വധശിക്ഷ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അവസാനം റിപ്പർ ചന്ദ്രനായിരുന്നു. അതെ, ഈ 91 ശേഷം കേരളത്തിൽ വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല. 91 ഞാൻ സർവീസിലുണ്ടെങ്കിലും ആ സമയത്ത് റിപ്പർ ചന്ദ്രൻ്റെ വധശിക്ഷയൊന്നും നേരിട്ട് കാണുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അവിടെ നിന്ന് സ്വീകരിച്ച നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാനോ ഒന്നും സാധിച്ച ഒരാളല്ല. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അവസാനം നടന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് നടന്നത്. അന്ന് അടുപ്പിച്ചടുപ്പിച്ച് 2 വധശിക്ഷകൾ നമുക്ക് നടപ്പാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. അത് വാഗേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന തടവുകാരൻ്റെ വധശിക്ഷയും അതിനുശേഷം റിപ്പർ ചന്ദ്രൻ്റെ വധശിക്ഷയുമാണ്. അത് രണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലാണ് നടത്തിയത്. ആ 2 വധശിക്ഷയുടെയും മേൽനോട്ടം വഹിച്ച ആൾ അടുത്ത കാലത്ത് അന്തരിച്ച NP കരുണാകരൻ സാർ, അദ്ദേഹം കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടായിരിക്കുന്ന സമയത്താണ് നിർവഹിച്ചത്. അത് വളരെ അധികം ശ്രദ്ധ പിടിച്ചു പറ്റത്തക്ക രീതിയിൽ വളരെയധികം മാധ്യമങ്ങളൊക്കെ ഒന്ന് ഇതായിട്ട് ഉണർന്നു വരുന്ന ഒരു കാലത്ത് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ ഈ കഴിഞ്ഞ 34 വർഷക്കാലമായിട്ട് നമുക്ക് പിന്നെ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൂടാതെ തിരുവനന്തപുരം സെൻട്രൽ ജയിൽ പോലെയുള്ള സ്ഥാപനങ്ങൾ, തിരുവനന്തപുരത്തും കണ്ണൂരും മാത്രമേ വധശിക്ഷ നടത്താനുള്ള സൗകര്യങ്ങളുള്ളൂ. കേരളത്തിൽ 4 സെൻട്രൽ ജയിലുകളുണ്ടെങ്കിലും ഈ 2 ജയിലുകളിൽ മാത്രമാണ് വധശിക്ഷ നടപ്പാക്കാനുള്ള ഈ അതിന് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുള്ളത് ഈ 2 ജയിലുകളിലാണ്. കണ്ണൂരിൽ ഒരേ സമയം 2 പേരെ തൂക്കിക്കൊല്ലാനുള്ള സൗകര്യമുണ്ട്. തിരുവനന്തപുരത്ത് ഒരാളിനെ തൂക്കിക്കൊല്ലാനുള്ള സൗകര്യമുണ്ട്. തിരുവനന്തപുരത്തെ വധശിക്ഷ 70കളുടെ ആദ്യത്തിൽ ആണ് നടക്കുന്നത്. അതിനുശേഷം പിന്നീട് അവിടെ വധശിക്ഷ നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ എന്നുള്ള രീതിയിൽ ഇത്തരത്തിൽ ഇപ്പോൾ സർവീസിലുള്ള ഉദ്യോഗസ്ഥരാരും ഈ വധശിക്ഷയുടെ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് ദൃക്സാക്ഷികളാകുന്നവരോ അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തവരോ അല്ല. മറിച്ച് നമ്മുടെ കയ്യിൽ വ്യക്തമായിട്ടുള്ള ഒരു മാനുവലും അതിന് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെ സംബന്ധിച്ചുള്ള ധാരണയും അതിനാവശ്യമുള്ള പരിശീലനവും ഉണ്ട്. അത് വെച്ചിട്ട് ആണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അത് എങ്ങനെ ഒരു കണ്ടംപ്റ്റ് പ്രിസണറെ കണക്കാക്കണം എന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങളാണ് നിർവഹിക്കേണ്ടത് എന്നുള്ള കാര്യവും അതിന് മുന്നോടിയായിട്ട് സ്വീകരിക്കേണ്ട നടപടികളും നിലപാടുകളും എന്തെല്ലാമാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു മാനുവൽ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കാര്യം. അതിൽ പ്രധാനമായിട്ട് ഒന്ന്, നമ്മൾ കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞിട്ട് വധശിക്ഷ നിശ്ചയിച്ച് കഴിഞ്ഞാണ് തടവുകാരെ നമ്മൾ മാറ്റി പാർപ്പിക്കുന്നത്. അത്തരത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സെക്യൂരിറ്റി കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. കാരണം വധശിക്ഷയ്ക്ക് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വധശിക്ഷയ്ക്ക് നിശ്ചയിക്കപ്പെടുന്നത് ഒരു മഹാരാജ്യത്തിൻ്റെ ഒരു തീരുമാനമാണ് നമ്മൾ നടപ്പാക്കാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിഴവുകളില്ലാതെ നടപ്പാക്കുക എന്നുള്ളതും അത് നടപ്പാക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആര്, എന്ത്, എങ്ങനെ എന്നുള്ളതല്ല, മറിച്ച് ഒരു ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യം, ഇത്രയും വലിയ വിപുലമായിട്ടുള്ള നിയമ സംവിധാനം നിലനിൽക്കുന്ന രാജ്യം, ഒരു ഭരണകൂടത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയും അതുപോലെ തന്നെ എൻ്റെ എക്സിക്യൂട്ടീവും സംയുക്തമായിട്ട് നടപ്പാക്കണമെന്ന് തീരുമാനിച്ച ഒരു കാര്യമാണ് ഒരു വധശിക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടത് പഴുതുകളൊന്നുമില്ലാതെ, യാതൊരു തരത്തിലുള്ള വീഴ്ചകളുമില്ലാതെ അത് നടപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴാണെങ്കിൽ കണ്ടംപ്റ്റ് പ്രിസണറെ നേരത്തെ സെഷൻസ് കോടതി ശിക്ഷ വിധിക്കുമ്പോൾ തന്നെ മാറ്റിപ്പാർപ്പിച്ചിരുന്ന കാലമുണ്ടാകും. ഇപ്പം അങ്ങനെയല്ല, മറിച്ച് ഇന്നിപ്പോൾ ദയാഹർജി തള്ളി ഒരു ബ്ലാക്ക് വാറൻറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഘട്ടത്തിലാണ് നമ്മൾ തടവുകാരനെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടി ഏകാന്ത തടവിലേക്ക്. അത് വേറൊന്നും കൊണ്ടല്ല, മറിച്ച് അയാൾ ഏതെങ്കിലും തരത്തിൽ ഉള്ള ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊസീജിയർ ഒരു കാരണവശാലും തടസ്സപ്പെടരുത് എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം തീരുമാനം നടപ്പാക്കുക, ഉത്തരവ് നടപ്പാക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ കാരണം ഏറ്റവും വലിയ ശിക്ഷയാണ് വധശിക്ഷ. അപ്പോൾ ആ വധശിക്ഷ വീഴ്ചയില്ലാതെ നടപ്പാക്കാനുള്ള ചുമതല ആ ജയിലിനും ആ ജയിലിൻ്റെ അധികാരികൾക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത്തരത്തിലുള്ള മുൻകരുതലുകൾ. അപ്പോൾ അത് പൂർണ്ണമായിട്ട് 24 മണിക്കൂർ നിരീക്ഷണത്തിലായിരിക്കും തടവുകാരൻ. അയാൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല, രോഗം വരാൻ വേണ്ടി പാടില്ല. അയാൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വധശിക്ഷ നടപ്പാക്കാനാവാത്ത അവസ്ഥയിലേക്ക് അയാൾ
മാറാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അത്രയും ശ്രദ്ധിക്കുന്നു. അതിനുശേഷം ആണ് ഈ വധശിക്ഷ നടപ്പാക്കുന്നതിന് തീരുമാനിക്കപ്പെട്ടുന്ന ദിവസം അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു. അതിന് മുന്നോടിയായിട്ട് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ, ഇപ്പോൾ ഗാലോസിന് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തണം. അതിന് വേണ്ടിയിട്ട് ഉള്ള ഉദ്യോഗസ്ഥരെ തീരുമാനിക്കും. അയാളുടെ ആരോഗ്യ പരിശോധനകൾ നടത്തും. അതുകൂടാതെ ഇതിനാവശ്യമായിട്ടുള്ള പരിശീലനങ്ങൾ നമ്മൾ നടത്തും, റിഹേഴ്സലുകൾ നടത്തും. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഒരു തരത്തിലുള്ള വീഴ്ചയുമില്ലാതെ നമ്മളത് നടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഈ വധശിക്ഷ നടപ്പാക്കുന്ന ആരാച്ചാരന്മാർ, ഇപ്പോൾ ആരാച്ചാരന്മാർ എന്ന് പറയുന്ന ഒരു വംശം തന്നെ ഇല്ല എന്ന് തോന്നുന്നു. അത് ഏത് തരത്തിലാണ് പരിഹരിക്കുന്നത്? നേരത്തെ ഈ കണ്ണൂരാണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ഒരു പ്രത്യേക കുടുംബത്തിന് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് അതിൻ്റെ ചുമതല ഉണ്ടായിരുന്നു. ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് അവരെ അറിയിക്കുന്നു. അവർ വന്ന് അതിനാവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളിലെല്ലാം അവർ പങ്കെടുത്തതിന് ശേഷം അവർ ആ ജോലി നിർവഹിച്ചതിന് ശേഷം അതിൻ്റെ പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് മടങ്ങിപ്പോകുന്നു. ഇതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സാഹചര്യം. തിരുവനന്തപുരത്ത് അങ്ങനെയുള്ളൊരു ആൾക്കാരെ പ്രത്യേകമായിട്ട് തീരുമാനിച്ചിരുന്നു. അതുപോലെ തന്നെ കണ്ണൂരും അതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാർ, ആ ജോലി മാത്രം നിർവഹിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരെ ആ സന്ദർഭത്തിലേക്ക് മാത്രമായിട്ട് വിളിച്ചു വരുത്തി ഈ ജോലി നിർവഹിച്ചതിന് ശേഷം മടക്കി അയക്കുന്ന രീതിയായിരുന്നു. പക്ഷെ എന്നാൽ ഇന്നിപ്പോൾ അങ്ങനെ ഉള്ള തസ്തികയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അവസാനം നടന്ന 2 വധശിക്ഷകളിലും നമ്മൾ ജയിലിൽ തന്നെ അത്തരത്തിലുള്ള ഒരു ചുമതല ഏറ്റെടുക്കുകയും അതിനു വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ആൾക്കാരെ നിയോഗിക്കുകയും ആ ജോലി ജയിലിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. ജയിലിലെ ഉദ്യോഗസ്ഥർ തന്നെ എക്സിക്യൂട്ട് ചെയ്യുക. അതിന് താൽക്കാലിക ഉദ്യോഗസ്ഥനെ നമ്മൾ നേരത്തെ തീരുമാനിച്ചു. രണ്ടാമത്തേതിൽ ജയിൽ ഉദ്യോഗസ്ഥർ തന്നെ ആ കാര്യം നിർവഹിച്ചു. അങ്ങനെയാണ് 2 അവസാനത്തെ വധശിക്ഷകളും നമ്മൾ നടപ്പാക്കി. അതായത് സിനിമകളിൽ കാണുന്നതോ അല്ലെങ്കിൽ സാധാരണക്കാരുടെ മനസ്സിലുള്ളതോ അല്ല ജയിൽ. ശരിയാണ്. സാധാരണക്കാരുടെ മനസ്സിൽ ജയിലിന് വേറൊരു ചിത്രമുണ്ട്. ജയിലെന്ന് പറയുന്നത് ഒന്ന്, നേരത്തെ വാർത്തകൾ അധികം പ്രവേശിക്കാത്ത ഇടം, വലിയ കന്മതിൽക്കെട്ടിനുള്ളിൽ നടക്കുന്നത് എന്താണ് എന്നുള്ള കാര്യം ആരും മനസ്സിലാക്കാത്ത ഇടം, അതൊരു പ്രത്യേക ലോകം, ആർക്കും പ്രവേശനമില്ലാത്ത ഒരു സ്ഥലം, അവിടെ നിന്നൊന്നും പുറത്തേക്ക് വരാത്ത ഒരു സ്ഥലം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരു ദുരൂഹത നിലനിന്നിരുന്ന ഒരു സ്ഥലമായിട്ടാണ് ജയിലിനെ സാധാരണക്കാർ മനസ്സിലാക്കിയിരുന്നത്. അതുകൂടാതെ അവരുടെ മനസ്സിൽ സാധാരണ ജീവിതം നയിക്കുന്നതിന്, നിയമവിധേയമായി ജീവിക്കുന്നതിന് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ശിക്ഷയുടെയും അതുപോലെ തന്നെ ദുരിതങ്ങളുടെയൊക്കെ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രതീകാത്മക സ്വഭാവം കൂടി ജയിലിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും അതിനൊരു ഭീതിയോടുകൂടി കാണുകയും ഒരു ഭയത്തോടുകൂടി കാണുകയും അവിടേക്ക് ഒരിക്കലും പോകരുത് എന്ന് വിചാരിക്കുകയും അവിടെ പോകാതിരിക്കാൻ വേണ്ടി നിയമാനുസാരിയായി ജീവിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ എന്നാൽ ഈ ജനാധിപത്യ സംവിധാനത്തിൽ അത് കുറേശ്ശെ മാറി വരുന്നു. ശിക്ഷ എന്തിനാണ് എന്നുള്ള കാര്യവും ശിക്ഷ തിരുത്തലിനാണ് എന്നുള്ള കാര്യവും, തിരുത്തൽ കേന്ദ്രങ്ങളാണ് ജയിലുകൾ എന്നുള്ള രീതിയിലേക്കും അത് മാറി വരുന്നുണ്ട്. പക്ഷേ എന്നാലും ആൾക്കാരുടെ മനസ്സിലൊക്കെ ഇപ്പോഴും പഴയ രീതി, അതിന് ജയിലിൽ പോയവർ അല്ലെങ്കിൽ സിനിമകൾ, അതല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള കലാസൃഷ്ടികൾ ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പരിവേഷം കൂടി ഉണ്ട്. പക്ഷേ സിനിമകളിലൊന്നും വരുന്നതൊന്നും അല്ല ജയിലുകളൊരു സാധാരണ സ്ഥാപനങ്ങൾ തന്നെയാണ്. അത് നിയമം പ്രവർത്തിക്കുന്ന സ്ഥലം, നിയമം കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി നിലനിൽക്കുന്ന ഒരു സ്ഥലം. കാരണം ഓരോ സ്ഥലത്തും നിയമത്തിൻ്റെ വ്യാപനം സാധാരണ രീതിയിലായിരിക്കത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിയമം വളരെ ഇമ്മീഡിയറ്റായിട്ട് നിയമം അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അത് പെട്ടെന്ന് അഫക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ബോധ്യം വരുന്നതൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ നിയമത്തിന് വിധേയരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരോട് അടുത്ത് നിയമം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ. അതേസമയം നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ റോഡിലൂടെ നടക്കുന്നു, വലതുവശം ചേർന്ന് നടക്കേണ്ടത് കാൽനട യാത്രക്കാരൻ അനുസരിക്കേണ്ട ഒരു നിയമം. പക്ഷേ ആ നിയമം അയാളുടെ പുറത്ത് അത്ര പെട്ടെന്നോ അല്ലെങ്കിൽ വലിയ നിർബന്ധത്തോടു കൂടിയോ ആ നിയമം അയാളുടെ പുറത്ത് അങ്ങനെ പെട്ടെന്ന് ഇമ്മീഡിയറ്റായിട്ട് അയാളുടെ തലയ്ക്ക് മുകളിൽ അങ്ങനെ നിൽക്കില്ല. അതേസമയം അത് അവിടെ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അതൊരു മേഘത്തിൻ്റെ വ്യത്യാസമോ അല്ലെങ്കിൽ ദൂരമോ അല്ലെങ്കിൽ വലിയ മരത്തിൻ്റെ പൊക്കത്തിൽ അതുണ്ടാവും. പക്ഷേ ജയിലിനുള്ളിൽ അന്തേവാസിയുടെ മുകളിൽ ആ നിയമം അയാളെ തൊടുത്തക്ക തരത്തിൽ അതെപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ആ ജയിലിൻ്റെ ഒരു സ്വഭാവം.
അതാണ് ആ ജയിലിൻ്റെ ഒരു രീതി. അത് ഉള്ള സ്ഥലമാണ് എന്നുള്ളതേ നമ്മളതിനെ അങ്ങനെ തിരിച്ചറിഞ്ഞാൽ മതി.